ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ആകുന്നു സമൂഹശാസ്ത്രം. സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് സോഷ്യോളജി ആകുന്നു. സോഷ്യൽ സയൻസിൽ വരുന്ന ഒരു ബ്രാഞ്ച് ആകുന്നു സോഷ്യോളജി. നമുക്കറിയാം, സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. സോഷ്യൽ സയൻസ്, സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഹിസ്റ്ററി ഉണ്ടാകും, ജിയോഗ്രഫി ഉണ്ടാകും, എക്കണോമിക്സ് ഉണ്ടാകും, പൊളിറ്റിക്സ്, ആന്ത്രപ്പോളജി, സൈക്കോളജി. അതിൽ വരുന്ന ഒരു ബ്രാഞ്ചാകുന്നു സോഷ്യോളജി. സോഷ്യോളജിയെ സമൂഹശാസ്ത്രം എന്ന് മലയാളത്തിൽ പറയും. സോഷ്യോളജിയെ മലയാളത്തിൽ സമൂഹശാസ്ത്രം എന്ന് പറയും. സോഷ്യൽ സയൻസിനെ സാമൂഹ്യശാസ്ത്രം എന്ന് പറയും. അപ്പൊ സോഷ്യൽ സയൻസ് എന്ന സബ്ജക്റ്റിൽ വരുന്ന ഒരു ബ്രാഞ്ചാകുന്നു സോഷ്യോളജി. നമ്മൾ സോഷ്യോളജിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ, PSCക്ക് ചോദിക്കുന്ന സോഷ്യോളജിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ചോദ്യോത്തരങ്ങളും ആൻസർ ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റീവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. അപ്പൊ ആദ്യം പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ആദ്യം പറയുന്നത്, അപ്പോൾ സോഷ്യോളജിയാണിത്, സമൂഹശാസ്ത്രം. സമൂഹശാസ്ത്രം എന്ന സബ്ജക്റ്റിൽ ആദ്യം പറയുന്നത് സാമൂഹ്യശാസ്ത്രങ്ങളുടെ ലോകം എന്നുള്ള ഒരു ടോപ്പിക്കാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സാമൂഹ്യശാസ്ത്രങ്ങളുടെ ലോകം, അതായത് വേൾഡ് ഓഫ് സോഷ്യൽ സയൻസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ സയൻസിനെ മലയാളത്തിൽ സാമൂഹ്യശാസ്ത്രമെന്നും സോഷ്യൽ സയൻസിന്റെ ബ്രാഞ്ചായ സോഷ്യോളജിയെ മലയാളത്തിൽ സമൂഹശാസ്ത്രം എന്ന് പറയുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ ഇവിടെ പറയുന്നുണ്ട് ചരിത്രം, ദാറ്റ് മീൻസ് ഹിസ്റ്ററി. ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫി. സാമ്പത്തിക ശാസ്ത്രം, അതായത് എക്കണോമിക്സ്. രാഷ്ട്രതന്ത്രശാസ്ത്രം, അതിന് പൊളിറ്റിക്സ് എന്ന് പറയും. നരവംശശാസ്ത്രം, അതിനെ ആന്ത്രപ്പോളജി എന്ന് പറയും. മനഃശാസ്ത്രം, അതിന് സൈക്കോളജി എന്ന് പറയും. മുതലായ വിവിധ സാമൂഹ്യ ശാസ്ത്ര ശാഖകളാണ്, അല്ലെ? മുതലായവ എങ്ങനെയാണ്? വിവിധ സാമൂഹ്യ ശാസ്ത്ര ശാഖകളാണ്. അതായത് സോഷ്യൽ സയൻസിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണ് ഈ പറഞ്ഞവയല്ല. താഴെ പറയുന്ന പട്ടിക വിശകലനം ചെയ്ത് ബന്ധപ്പെട്ട സാമൂഹ്യ ശാസ്ത്ര ശാഖയുടെ പേര് കണ്ടെത്താൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പത്തിക വ്യവഹാരത്തെക്കുറിച്ചുള്ള പഠനം. സാമ്പത്തിക വ്യവഹാരത്തെക്കുറിച്ചുള്ള പഠനമാകുന്നു സാമ്പത്തിക ശാസ്ത്രം, അതായത് എക്കണോമിക്സ്. ദെൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള അന്വേഷണം. കഴിഞ്ഞ കാലത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള അന്വേഷണത്തിന് പറയുന്ന പേരാകുന്നു ഹിസ്റ്ററി, ദാറ്റ് മീൻസ് ചരിത്രം. രാഷ്ട്രത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചുമുള്ള പഠനം. രാഷ്ട്രത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചുമുള്ള പഠനമാകുന്നു രാഷ്ട്രതന്ത്രശാസ്ത്രം, അതായത് പൊളിറ്റിക്സ്. മനുഷ്യ ഉത്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചുമുള്ള പഠനം. മനുഷ്യ ഉത്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചുമുള്ള പഠനമാകുന്നു നരവംശശാസ്ത്രം, അതിനെ ആന്ത്രപ്പോളജി എന്ന് പറയുന്നു. ദെൻ മനുഷ്യ മനസ്സിനെ കുറിച്ചും മാനസിക വ്യവസ്ഥകളെ കുറിച്ചുമുള്ള പഠനം, അതിന് പറയുന്ന പേരാകുന്നു മനഃശാസ്ത്രം, ദാറ്റ് മീൻസ് സൈക്കോളജി. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആദ്യകാല സമൂഹശാസ്ത്ര ചിന്തകൾ. ആദ്യകാല സമൂഹശാസ്ത്ര ചിന്തകൾ. ഇനി നമ്മൾ നമ്മുടെ ബ്രാഞ്ച് ആയിട്ടുള്ള സോഷ്യോളജിയിലേക്ക് വരുന്നു, അതായത് സമൂഹശാസ്ത്രത്തിലേക്ക് വരുന്നു. അപ്പൊ അതിൽ പറയുന്ന ഫസ്റ്റ് ടോപ്പിക് ആകുന്നു ആദ്യകാല സമൂഹശാസ്ത്ര ചിന്തകൾ. നാം ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തല്ലോ. ഇപ്പൊ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് 1789 ഫ്രാൻസിൽ നടക്കുന്ന വലിയൊരു വിപ്ലവമായിരുന്നു. അപ്പോൾ ആ ഒരു വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പുള്ള യൂണിറ്റ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോൾ സോഷ്യോളജിയിലേക്ക് വരുമ്പോൾ ഇനി ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിലിംഗിലേക്ക് പോകേണ്ടതില്ല. നമ്മളിപ്പോൾ പറയുന്നത് എന്താണ്? നാം ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തല്ലോ. വിപ്ലവാനന്തരം ഫ്രാൻസിലുണ്ടായ സാമൂഹിക പ്രശ്നങ്ങളാണ് സമൂഹശാസ്ത്രത്തിന്റെ ഉത്ഭവത്തിലേക്ക് നയിച്ചത്. അപ്പൊ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിലുണ്ടായ സാമൂഹിക പ്രശ്നങ്ങളാണ് സമൂഹശാസ്ത്രം എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 1789 നടക്കുന്ന ഫ്രഞ്ച് വിപ്ലവത്തിന് അനന്തരഫലമായിട്ടുണ്ടായ ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. ഇതിൽ നിന്നാണ് സമൂഹത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് വരുന്നത്. 19ാം നൂറ്റാണ്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് തന്നെ വിപ്ലവയുഗം എന്ന പേരിലാകുന്നു. അപ്പൊ 19ാം നൂറ്റാണ്ട്, അതായത് 19th സെഞ്ചുറി ചരിത്രത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വിപ്ലവയുഗം എന്ന പേരിലാണ്. വിപ്ലവയുഗം എന്ന പേരിലാണ് 19ാം നൂറ്റാണ്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഓക്കെ, 19ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ 1801 മുതൽ 1900 വരെയുള്ള കാലഘട്ടങ്ങളെയാണ് നമ്മൾ 19ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, 1901 മുതൽ 2000 വരെയുള്ള കാലഘട്ടങ്ങൾ നമ്മൾ പറയുന്ന പേര് 20ാം നൂറ്റാണ്ടെന്നാകുന്നു. 2001 മുതൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഏതാണ്? 21ാം നൂറ്റാണ്ടിലാണ്. ഓക്കെ, അപ്പൊ ഇനിവേ 19ാം നൂറ്റാണ്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് എന്ത് പേരിലാകുന്നു? വിപ്ലവയുഗം എന്ന പേരിലാണ് 19ാം നൂറ്റാണ്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. സമൂഹശാസ്ത്രത്തിന്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയത് 3 വിപ്ലവങ്ങളാണ്. അതായത് സോഷ്യോളജി എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിന്റെ ആ ഒരു തുടക്കത്തിന് വഴിയൊരുക്കിയത് 3 വിപ്ലവങ്ങളാണ്. സമൂഹശാസ്ത്രത്തിന്റെ ആവിർഭാവത്തിന്, സോഷ്യോളജി എന്ന് പറയുന്ന ആ സബ്ജക്റ്റിന്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയത് 3 വിപ്ലവങ്ങളാകുന്നു. ആ വിപ്ലവങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ശാസ്ത്ര വിപ്ലവം, സെക്കൻഡ് ഫ്രഞ്ച് വിപ്ലവം, ആൻഡ് തേർഡ് ഈസ് വ്യവസായിക വിപ്ലവം.
ഈ 3 വിപ്ലവങ്ങളിലൂടെയാണ് സമൂഹശാസ്ത്രത്തിന്റെ ആവിർഭാവം. അപ്പോൾ സമൂഹശാസ്ത്രത്തിന്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയത് 3 വിപ്ലവങ്ങളാകുന്നു. ശാസ്ത്ര വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, വ്യവസായിക വിപ്ലവം. ഓക്കെ, ഈ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ പടിഞ്ഞാറൻ യൂറോപ്പിലാണ് സമൂഹശാസ്ത്രം ഉത്ഭവിക്കുന്നത്. അപ്പോൾ പടിഞ്ഞാറൻ യൂറോപ്പിലാണ് സമൂഹശാസ്ത്രം എന്ന് പറയുന്ന സബ്ജക്ട് ആദ്യമായിട്ട് ഉത്ഭവിക്കുന്നത്. വെസ്റ്റേൺ യൂറോപ്പിലാണ് ആദ്യമായിട്ട് സമൂഹശാസ്ത്രം എന്ന് പറയുന്ന സബ്ജക്ട് ഉത്ഭവിക്കുന്നത്. ഈ വിപ്ലവങ്ങളുടെ പശ്ചാത്തലത്തിൽ വെസ്റ്റേൺ യൂറോപ്പിലാണ് സമൂഹശാസ്ത്രം ഉത്ഭവിക്കുന്നത്. ഫ്രഞ്ചുകാരനായ അഗസ് കോംതെ സമൂഹശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. ഓക്കെ, അപ്പോൾ സോഷ്യോളജിയുടെ ഫാദർ ആരാണ്? ഫാദർ ഓഫ് സോഷ്യോളജി ആരാണ്? അഗസ് കോംതെ ആകുന്നു സോഷ്യോളജിയുടെ ഫാദർ. ഫ്രഞ്ചുകാരനായ അഗസ്റ്റ് കോംതെ ആകുന്നു സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പിതാവ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വിപ്ലവങ്ങളുടെ പശ്ചാത്തലത്തിൽ, അതായത് ഏതൊക്കെ വിപ്ലവങ്ങളാണ്? ശാസ്ത്ര വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, വ്യവസായിക വിപ്ലവം. ഈ വിപ്ലവങ്ങളുടെ പശ്ചാത്തലത്തിൽ പടിഞ്ഞാറൻ യൂറോപ്പ് എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ യൂറോപ്പിലാണ് സമൂഹശാസ്ത്രം ഉത്ഭവിക്കുന്നത്. ഫ്രഞ്ചുകാരനായ അഗസ്റ്റ് കോംതെ ആകുന്നു സോഷ്യോളജിയുടെ ഫാദർ ആയി നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്ത തത്വങ്ങൾ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകനാണ് ഹെർബർട്ട് സ്പെൻസർ. അപ്പോൾ സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സൊസൈറ്റിയെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയിട്ട് ചാൾസ് ഡാർവിന്റെ എവല്യൂഷണറി തിയറി പ്രയോജനപ്പെടുത്തിയ ചിന്തകന്റെ പേരാകുന്നു ഹെർബർട്ട് സ്പെൻസർ. ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്ന ഒരു ഫിലോസഫറാണ്. ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്ന ഫിലോസഫർ ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമൂഹ പഠനത്തിൽ പ്രയോജനപ്പെടുത്തിയത്. ഓക്കെ, ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തങ്ങൾ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകന്റെ പേരുണ്ടാകുന്നു ഹെർബർട്ട് സ്പെൻസർ ആകുന്നു. ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്ന ഫിലോസഫറാണ് ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്ത തത്വങ്ങൾ സമൂഹ പഠനത്തിന് വേണ്ടിയിട്ട് ആദ്യമായി പ്രയോജനപ്പെടുത്തിയത്. ജീവശാസ്ത്രപരമായ പരിണാമം പോലെ തന്നെ മനുഷ്യ സമൂഹവും വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ പരിണമിച്ചാണ് ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ മനുഷ്യനൊരു സ്റ്റേജ് ഉണ്ടായിരുന്നല്ലോ. മനുഷ്യൻ ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന ആധുനിക മനുഷ്യന്റെ രൂപത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ഒരു ചിന്തയിലേക്കും ആ ഒരു തോട്ട് പ്രോസസ്സിലേക്കും ആ ഒരു ബോഡി സ്ട്രക്ചറിലേക്കും ജനറ്റിക്കലി ആയിട്ട് മനുഷ്യൻ എത്തുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ജീവശാസ്ത്രപരമായിട്ട് മനുഷ്യൻ പരിണാമം സംഭവിച്ച് ഇപ്പോഴത്തെ ആധുനിക മനുഷ്യനായ ഹോമോസാപ്പിയൻ ഉണ്ടായതുപോലെ, കുരങ്ങിൽ നിന്ന് പരിണമിച്ച് ആധുനിക മനുഷ്യനായ ഹോമോസാപ്പിയൻ ഉണ്ടായതുപോലെ, എങ്ങനെയാണ് മനുഷ്യ സമൂഹവും വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ പരിണമിച്ചാണ് ഇന്നത്തെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിലേക്ക് എത്തിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അപ്പൊ ഇന്നത്തെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നത് ഇത്തരത്തിലുള്ള സമൂഹത്തിന് പരിണാമം സംഭവിച്ചു തന്നെയാണെന്നാണ് ഹെർബർട്ട് സ്പെൻസർ ഈ സിദ്ധാന്തങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, കാൾ മാക്സ്, എമേൽ ദുർക്കിം, മാക്സ് വെബർ മുതലായ നിരവധി ചിന്തകർ സമൂഹശാസ്ത്രത്തിന്റെ വികാസത്തിന് പ്രധാന സംഭാവനകൾ നൽകിയവരാണ്. അപ്പോൾ സമൂഹശാസ്ത്രം, സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ വികാസത്തിന് അല്ലെങ്കിൽ സമൂഹശാസ്ത്രത്തിന്റെ വികാസത്തിന് പ്രധാന സംഭാവനകൾ നൽകിയ ചിന്തകരാരൊക്കെയാകുന്നു? കാൾ മാക്സ്, എമേൽ ദുർക്കിം, മാക്സ് വെബർ. ഇവരെല്ലാം തന്നെ ആഗോളതലത്തിൽ അറിയപ്പെടുന്ന വലിയ ഫിലോസഫേഴ്സ് ആണ്, വലിയ ശാസ്ത്രജ്ഞരാണ്, വലിയ ചിന്തകരാണ്. ഓക്കെ, അപ്പോൾ കാൾ മാക്സ്, എമേൽ ദുർക്കിം, മാക്സ് വെബർ, ഹെർബർട്ട് സ്പെൻസർ തുടങ്ങിയ ഫിലോസഫേഴ്സ് ആണ് സമൂഹശാസ്ത്ര വികസനത്തിന് വേണ്ടി പ്രധാന സംഭാവനകൾ നൽകിയതായി നമ്മൾ കണക്കാക്കുന്ന ഏറ്റവും പ്രമുഖരായവരിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ പേര് മറന്നു പോകരുത്. ഹെർബർട്ട് സ്പെൻസർ, കാൾ മാക്സ്, എമേൽ ദുർക്കിം, മാക്സ് വെബർ. ഹെർബർട്ട് സ്പെൻസർ, കാൾ മാക്സ്, എമേൽ ദുർക്കിം, മാക്സ് വെബർ മുതലായ നിരവധി ചിന്തകർ സമൂഹശാസ്ത്രത്തിന്റെ വികാസത്തിന് പ്രധാന സംഭാവനകൾ നൽകിയവരാകുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സമൂഹശാസ്ത്രം ഇന്ത്യയിൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാകുന്നു. ഇന്ത്യയിൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ സമൂഹശാസ്ത്ര പഠനം ആരംഭിച്ചു. അപ്പോൾ ഇന്ത്യയിലെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് സമൂഹശാസ്ത്രത്തിന്റെ പഠനം ആരംഭിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് സമൂഹശാസ്ത്രം, അതായത് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ സ്റ്റഡി ആരംഭിക്കുന്നത്. എന്നാൽ ആഗോളതലത്തിലേക്ക് നോക്കുമ്പോൾ ഇത് 19-ാം നൂറ്റാണ്ട് മുതൽ സോഷ്യോളജിയുടെ സ്റ്റഡി ആഗോളതലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, 19-ാം നൂറ്റാണ്ടില് ആഗോളതലത്തിൽ സോഷ്യോളജി സ്റ്റഡി ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാകുന്നു സോഷ്യോളജിയുടെ പഠനം ആരംഭിക്കുന്നത്. ബോംബെ സർവകലാശാലയിലാണ് ആദ്യത്തെ സമൂഹശാസ്ത്ര പഠന വകുപ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിൽ വരുന്നത് എവിടെയാണ്? ബോംബെ യൂണിവേഴ്സിറ്റിയിലാണ്. ബോംബെ യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യത്തെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. GS ഗുരെ, AR ദേശായി, SC ദുബെ, MN ശ്രീനിവാസ്, DP മുഖർജി തുടങ്ങിയവർ ഇന്ത്യയിലെ സമൂഹശാസ്ത്ര പഠനത്തിന് പ്രധാന സംഭാവനകൾ നൽകിയവരാണ്. അപ്പോൾ ഇന്ത്യയിലെ സമൂഹശാസ്ത്ര പഠനത്തിന്, ഇന്ത്യയിലെ സോഷ്യോളജിയുടെ സ്റ്റഡിക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ വലിയ ചിന്തകരാകുന്ന ആരൊക്കെ? GS ഗുരെ, MN ശ്രീനിവാസ്, DP മുഖർജി, AR ദേശായി, SC ദുബെ തുടങ്ങിയ ചിന്തകർ. ഓക്കെ, GS ഗുരെ,
MN ശ്രീനിവാസ്, DP മുഖർജി. അതുകൂടാതെ ഇവിടെ ഒരു 2-3 പേരുടെ പേര് കൂടെ പറയുന്നുണ്ട്. അവരാകുന്നു AR ദേശായി, SC ദുബെ. ഓക്കെ, അതിപ്പോ ശ്രദ്ധിച്ചു പഠിക്കുക. ആ പേര് നമ്മൾ മറന്നു പോകരുത്. ഇന്ത്യയിലെ സോഷ്യോളജിയുടെ സ്റ്റഡിക്ക് സംഭാവന നൽകിയ ചിന്തകരാകുന്നു GS ഗുരെ, MN ശ്രീനിവാസ്, DP മുഖർജി. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാകുന്നു സമൂഹശാസ്ത്രം എന്ത്. സമൂഹശാസ്ത്രം എന്ത് എന്നുള്ള ടോപ്പിക്കാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ സാമൂഹിക വശങ്ങളെ കുറിച്ച് നടത്തുന്ന ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം. അപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ സാമൂഹിക വശങ്ങളെ കുറിച്ച് നടത്തുന്ന ശാസ്ത്രീയ പഠനമാകുന്നു എന്ത്? സോഷ്യോളജി. മുകളിൽ നൽകിയിരിക്കുന്ന സമൂഹശാസ്ത്രത്തിന്റെ നിർവചനത്തിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് വ്യക്തമാകുന്നത്? അപ്പോൾ സമൂഹശാസ്ത്രം അതായത് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്? മനുഷ്യ ജീവിതത്തിന്റെ സാമൂഹിക വശങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ സാമൂഹിക വശങ്ങളെ കുറിച്ച് നടത്തുന്ന ശാസ്ത്രീയ പഠനമാകുന്നു സമൂഹശാസ്ത്രം. ഇവിടെ സമൂഹശാസ്ത്രം മനുഷ്യ ജീവിതത്തെ കുറിച്ച് പഠിക്കുന്നു, സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുന്നു, അല്ലെ? അപ്പൊ സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ചും സമൂഹ ശാസ്ത്രം മനുഷ്യ ജീവിതത്തെ കുറിച്ചുമൊക്കെയാണ് പഠിക്കുന്നത്. വളരെ ശാസ്ത്രീയമായ പഠനമാണ് സോഷ്യോളജിയിൽ വരുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ സാമൂഹിക വശങ്ങളെ കുറിച്ച് നടത്തുന്ന ശാസ്ത്രീയ പഠനമാകുന്നു സമൂഹശാസ്ത്രം. മനുഷ്യനും അവന്റെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം. അതുകൊണ്ടാണ് സമൂഹത്തെക്കുറിച്ചുള്ള സമഗ്രമായ പഠനമായി സമൂഹശാസ്ത്രത്തെ കണക്കാക്കുന്നത്. അപ്പോൾ മനുഷ്യനും അവന്റെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാകുന്നു സമൂഹശാസ്ത്രം. അതുകൊണ്ടാണ് സമൂഹത്തെക്കുറിച്ചുള്ള സമഗ്രമായ പഠനമായിട്ട് സമൂഹശാസ്ത്രത്തെ വിലയിരുത്തുന്നത്. അപ്പൊ സമൂഹശാസ്ത്രത്തെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? സമൂഹത്തെക്കുറിച്ചുള്ള സമഗ്രമായ പഠനമായിട്ട് തന്നെയാണ് സോഷ്യോളജിയെ വിലയിരുത്തുന്നത്. സമൂഹത്തെക്കുറിച്ചുള്ള, നമ്മുടെ സൊസൈറ്റിയെക്കുറിച്ചുള്ള, ആ സൊസൈറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചുള്ള വളരെ സമഗ്രമായ, വളരെ ശാസ്ത്രീയമായ പഠനമാണ് സോഷ്യോളജി എന്ന സബ്ജക്റ്റിൽ വരുന്നത്. ദെൻ സമൂഹശാസ്ത്ര പഠനം എന്താണെന്ന് നമുക്ക് നോക്കാം. സാമൂഹിക പ്രതിഭാസങ്ങൾ, അതുപോലെ സാമൂഹികമായ വിഷയങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുക എന്നുള്ളതാണ് സമൂഹശാസ്ത്ര പഠനത്തിൽ വരുന്നത്. അതായത് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ സാമൂഹികമായ പ്രതിഭാസങ്ങളെക്കുറിച്ചും സാമൂഹികമായ വിഷയങ്ങളെക്കുറിച്ചും വളരെ സയന്റിഫിക് ആയിട്ട് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ സാമൂഹിക വ്യവസ്ഥകളെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അപഗ്രഥിക്കുന്നു. അതായത് സാമൂഹിക വ്യവസ്ഥകളെ, നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തെ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പിന്റെ ബേസിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. സമൂഹത്തെ വസ്തുനിഷ്ഠമായിട്ട് അപഗ്രഥിക്കുകയും സോഷ്യോളജിയിൽ ചെയ്യുന്നുണ്ട്. ദെൻ സമൂഹശാസ്ത്ര പഠനം എന്തിന് എന്നുള്ളതാണ് അടുത്തത് വരുന്നത്. സമൂഹത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ രൂപീകരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ സ്വന്തം സമൂഹത്തെയും മറ്റുള്ളവരുടെ സമൂഹത്തെയും വസ്തുനിഷ്ഠമായി അറിയാൻ സഹായിക്കുന്നു. വ്യക്തിയും സാമൂഹിക സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു. സാമൂഹിക ആസൂത്രണത്തിനും വികാസത്തിനും പ്രയോജനപ്പെടുത്തുന്നു. പിന്നോക്ക വിഭാഗക്കാർ, ചൂഷിതർ, വിവേചനത്തിനും പീഡനത്തിനും വിധേയരാവുന്നവർ എന്നിവരെ കുറിച്ചുള്ള പഠനങ്ങൾ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മാർഗദർശനമായി തീരുന്നു. അപ്പോൾ സമൂഹശാസ്ത്ര പഠനം എന്തിനൊക്കെയാണ്? സമൂഹശാസ്ത്ര പഠനം സമൂഹത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ രൂപീകരിക്കാൻ സഹായിക്കുന്നു. സ്വന്തം സമൂഹത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ സമൂഹത്തെക്കുറിച്ചും വസ്തുനിഷ്ഠമായി അറിയാൻ സഹായിക്കുന്നു. വ്യക്തിയും സാമൂഹിക സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്നു. സാമൂഹിക ആസൂത്രണത്തിനും വികസനത്തിനും പ്രയോജനപ്പെടുത്തുന്നു. പിന്നോക്ക വിഭാഗക്കാർ, ചൂഷിതർ, വിവേചനത്തിനും പീഡനത്തിനും വിധേയരാകുന്നവർ എന്നിവരെ കുറിച്ചുള്ള പഠനങ്ങൾ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശമായി തീരുന്നു. ഇതൊക്കെയാകുന്നു സോഷ്യോളജി പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ദെൻ സമൂഹശാസ്ത്രത്തിലെ പഠന മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സമൂഹശാസ്ത്രത്തിന്റെ ആ ഒരു സ്കോപ്പ് വളരെയധികം വിപുലമാണ്, അല്ലെ? വ്യക്തികളും സംഭവങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ വിശകലനത്തിന് മാത്രമല്ല, ദേശീയ പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ, ജാതി സംഘർഷം, ഗ്രാമീണരുടെ പ്രശ്നങ്ങൾ, ദാരിദ്ര്യം എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള പഠനങ്ങളും സമൂഹശാസ്ത്രത്തിന്റെ ഭാഗമാകുന്നു. ഇത്തരത്തിൽ സമൂഹശാസ്ത്രം വിശകലന വിധേയമാക്കുന്ന പ്രധാന മേഖലകൾ താഴെ പറയുന്നവയാകുന്നു. അപ്പോൾ സമൂഹശാസ്ത്രത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? സാമൂഹിക സ്ഥാപനങ്ങൾ ഇതിൽ വരും, സാമൂഹിക സംഘങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹികരണം, സാമൂഹിക നിയന്ത്രണം, സമുദായങ്ങൾ, സാമൂഹിക മാറ്റം, സാമൂഹിക പ്രശ്നങ്ങൾ, ഇത്തരം വിഷയങ്ങളെ കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാകുന്നു സോഷ്യോളജി. ദെൻ സമൂഹശാസ്ത്രത്തിലെ പഠന രീതികൾ വിദ്യാഭ്യാസപരവും പ്രായോഗികവുമായ ആവശ്യങ്ങൾ മുൻനിർത്തി ഇന്ന് ലോകമെങ്ങും, അതായത് വിദ്യാഭ്യാസപരവും പ്രായോഗികമായ ആവശ്യങ്ങൾ മുൻനിർത്തി ഇന്ന് ലോകമെങ്ങും സമൂഹശാസ്ത്ര പഠനം നടന്നു വരുന്നു. ഇത്തരം പഠനങ്ങൾക്കായി സമൂഹശാസ്ത്രം വ്യത്യസ്തമായ പഠന രീതികൾ ഉപയോഗിക്കാറുണ്ട്. അവയിൽ ചിലത് നമുക്ക് നോക്കാം. അപ്പോൾ സമൂഹശാസ്ത്ര പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല മെത്തേഡ്സുകൾ ചൂസ് ചെയ്യുന്നുണ്ട്. അവയിൽ ചിലത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ
നമ്മുടെ സൊസൈറ്റിയെക്കുറിച്ച്, സൊസൈറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ച്, അവരുടെ പ്രോബ്ലംസിനെ കുറിച്ച്, സാമൂഹിക സ്ഥാപനങ്ങളെക്കുറിച്ച്, സാമൂഹിക സംഘങ്ങളെക്കുറിച്ച്, സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച് എല്ലാം പഠനം നടത്തുവാനായിട്ട് സോഷ്യോളജിയിൽ പല ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്കറിയാം ഏതൊക്കെയാണ്. സർവേ, ഇന്റർവ്യൂ, ഒബ്സർവേഷൻ, അതുപോലെ ക്വസ്റ്റിനെയർ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഏതാണ്? സോഷ്യൽ സർവേ എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാനുണ്ട്. സോഷ്യൽ സർവേയിൽ നിങ്ങൾ സെൻസസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത്? സെൻസസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഓക്കെ, രാജ്യത്തെ മൊത്തം ജനങ്ങളെ കുറിച്ചുള്ള വിവരം ശേഖരിക്കുന്ന ഒരിനം സർവേ ആകുന്നു എന്ത്? സെൻസസ്. അപ്പൊ സെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ സർവേ ആകുന്നു. രാജ്യത്തെ മൊത്തം ജനങ്ങളെ കുറിച്ചുള്ള വിവരം ശേഖരിക്കുന്ന ഒരിനം സോഷ്യൽ സർവേ ആകുന്നു എന്ത്? സെൻസസ്. സാമൂഹിക വിഷയങ്ങൾ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പഠന രീതിയാണ് സർവേ. സാമൂഹിക വിഷയങ്ങൾ പഠിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പഠന രീതിയാകുന്നു സർവേ. തിരഞ്ഞെടുത്ത ഒരു സംഘം ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠന വിഷയത്തെക്കുറിച്ച് സമഗ്രമായ കാഴ്ചപ്പാട് രൂപീകരിക്കുവാൻ സർവേ സഹായിക്കുന്നു. വലിയ ഒരു വിഭാഗം ജനങ്ങളിൽ നിന്ന് വിവരം ശേഖരിക്കേണ്ടി വരുന്ന പഠനത്തിലാണ് സർവേ രീതി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സർവേ രീതി എന്താണ് പറയുന്നത്? സാമൂഹിക വിഷയങ്ങൾ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പഠന രീതിയാകുന്നു സർവേ. തിരഞ്ഞെടുത്ത ഒരു സംഘം ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പഠന വിഷയത്തെക്കുറിച്ച് സമഗ്രമായ കാഴ്ചപ്പാട് രൂപീകരിക്കാൻ സർവേയിലൂടെ സഹായിക്കുന്നു. വലിയ ഒരു വിഭാഗം ജനങ്ങളിൽ നിന്ന് വിവരം ശേഖരിക്കേണ്ടി വരുന്ന പഠനത്തിലാണ് സർവേ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുടുംബം എന്താണ് എന്നതിനെ കുറിച്ചാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളും അടുത്ത ബന്ധുക്കളും അടങ്ങുന്നതാണ് കുടുംബം. ഓരോ വ്യക്തിയും ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ അംഗമാണല്ലോ, ശരിയല്ലേ? നിങ്ങൾ എപ്പോഴാണ് ഒരു കുടുംബത്തിലെ അംഗമായത്? ജനനം ഒരാളെ ഒരു കുടുംബത്തിലെ അംഗമാക്കുന്നു. സാധാരണയായി ജനനം മുതൽ മരണം വരെ നാം കുടുംബത്തിൽ ജീവിക്കുകയും കുടുംബം നമ്മെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വളർച്ചയിലും പെരുമാറ്റത്തിലും കുടുംബത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കുടുംബം മാത്രമാണോ ഉള്ളത്? മറ്റു ധാരാളം കുടുംബങ്ങളില്ലേ? ഇങ്ങനെ പല കുടുംബങ്ങൾ ചേരുമ്പോഴാണ് സമുദായവും പല സമുദായങ്ങൾ ചേർന്ന് സമൂഹവും ഉണ്ടാകുന്നു. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു സമുദായം രൂപപ്പെടുന്നത് കുടുംബങ്ങൾ ചേർന്നാണ്. കുടുംബങ്ങൾ ചേർന്ന് സമുദായം ഉണ്ടാവുകയും സമുദായങ്ങൾ ചേർന്ന് സമൂഹം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വ്യക്തികൾ ചേർന്ന് കുടുംബം ഉണ്ടാകുന്നു, കുടുംബങ്ങൾ ചേർന്ന് സമുദായം ഉണ്ടാകുന്നു, സമുദായത്തിൽ നിന്നും സമൂഹം ഉണ്ടാകുന്നു. കുടുംബം സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം. സമൂഹത്തിലെ ചിട്ടകൾ, അതായത് സമൂഹത്തിലെ നോംസ്, സമൂഹത്തിലെ മാനേഴ്സ്, അതുപോലെ ജീവിത രീതികളും ആദ്യമായി നാം പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബമാണ്. സ്നേഹവും സുരക്ഷിതത്വവും കുടുംബം ഉറപ്പുവരുത്തുന്നു. സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അവ വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ്. അതുകൊണ്ടാണ് കുടുംബത്തെ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബത്തെ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമായിട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം കുടുംബത്തിൽ നിന്നാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും രൂപപ്പെടുന്നത്. സമൂഹത്തിന്റെ ഏറ്റവും ബേസിക് ഫാക്ടറാണ് ഇത് കുടുംബം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മാനേഴ്സ്, നമ്മുടെ നോംസ്, നമ്മുടെ ജീവിത രീതികൾ, ഇതെല്ലാം നമ്മെ ആദ്യമേ നമ്മൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റി തരുന്നത് നമ്മുടെ കുടുംബമാണ്. സ്നേഹവും സുരക്ഷിതത്വവും നമുക്ക് നൽകുന്നത് കുടുംബമാണ്. സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കം വിടുന്നതും അവ വളർത്തുന്നതും നിലനിർത്തുന്നതും എന്താകുന്നു? കുടുംബമാകുന്നു. ദെൻ കുടുംബ രൂപീകരണം. ജനനം ഒരു വ്യക്തിയെ കുടുംബത്തിലെ അംഗമാക്കുന്നു എന്ന് കണ്ടല്ലോ അല്ലെ? ജനനത്തിലൂടെയാണ് നമ്മൾ കുടുംബത്തിലെ അംഗമാകുന്നത്. കുടുംബത്തിലെ ചില അംഗങ്ങൾ രക്തബന്ധത്തിൽ ഒന്നിച്ചവരാണ്. അപ്പോൾ കുടുംബത്തിലെ ചില അംഗങ്ങൾ രക്തബന്ധത്തിൽ ഒന്നിച്ചവരാണ്. ഒരാൾക്ക് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടുമുള്ള ബന്ധം രക്തബന്ധമാണ് അല്ലെ? ഒരാൾക്ക് തന്റെ അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടുമുള്ള ബന്ധം എങ്ങനെയായിരിക്കും? രക്തബന്ധമായിരിക്കും. എന്നാൽ വിവാഹത്തിലൂടെയും ആളുകൾ ബന്ധുക്കളാകാറുണ്ട്. അപ്പോൾ വിവാഹത്തിലൂടെയും ആളുകൾ ബന്ധുക്കൾ ആകുന്നുണ്ട് അല്ലെ? അപ്പോൾ ചില അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം രക്തബന്ധമാണ്. എന്നാൽ ചില അംഗങ്ങൾ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം രക്തബന്ധമല്ല. അവർ വിവാഹത്തിലൂടെ ബന്ധുക്കളായവരാണ്. ഇതിനു പുറമെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജനിച്ച കുടുംബത്തെ ദിശാകുടുംബം എന്നും, അതായത് ഒരു വ്യക്തി ജനിച്ച കുടുംബത്തെ എന്തെന്ന് പറയുന്നു? ദിശാകുടുംബം, അതായത് ഫാമിലി ഓഫ് ഓറിയന്റേഷൻ എന്ന് പറയുന്നു. ഒരു വ്യക്തി വിവാഹം ചെയ്ത് അയക്കപ്പെടുന്ന കുടുംബത്തെ ഫാമിലി ഓഫ് പ്രോക്രിയേഷൻ, അതായത് പ്രത്യുൽപാദന കുടുംബം എന്നും വിളിക്കപ്പെടുന്നു. അപ്പൊ രക്തബന്ധമുള്ള കുടുംബത്തെ, നമ്മൾ ജനിച്ച കുടുംബത്തെ ദിശാകുടുംബം എന്നും, ഒരു വ്യക്തി വിവാഹം ചെയ്ത് അയക്കപ്പെടുന്ന കുടുംബത്തെ പ്രത്യുൽപാദന കുടുംബം എന്നും വിളിക്കപ്പെടുന്നു. ഓക്കെ, ദെൻ നമുക്കിനി കുടുംബങ്ങൾ പല വിധമുണ്ട്. നമുക്കിവിടെ കാണാം അണുകുടുംബം, ന്യൂക്ലിയർ ഫാമിലി കാണാൻ പറ്റും അല്ലെ? വിസ്തൃത കുടുംബം എന്ന് പറയുമ്പോൾ എക്സ്റ്റെൻഡഡ് ഫാമിലി കാണാൻ പറ്റും. ദെൻ കൂട്ടുകുടുംബം, ജോയിന്റ് ഫാമിലി കാണാനും പറ്റും അല്ലെ? ഇപ്പൊ ജോയിന്റ് ഫാമിലി ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെ? ജോയിന്റ് ഫാമിലി ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അത്രയും ചെറിയ ശതമാനം എവിടെയെങ്കിലും ഉണ്ടാകും. അപ്പോൾ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് അണുകുടുംബവും എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അണുകുടുംബത്തില് അച്ഛൻ, അമ്മ, അവരുടെ മക്കൾ അത്രേ ഉണ്ടാവുള്ളൂ. എന്നാൽ എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ അച്ഛനും അമ്മയും ഉണ്ടാകും, അവരുടെ മക്കള് ഉണ്ടാകും. ആ മക്കള് വിവാഹം കഴിച്ച അവരുടെ ഭാര്യമാരുണ്ടാകും, അവരുടെ കുട്ടികളുണ്ടാകും.
അതാണ് എക്സ്റ്റെൻഡഡ് ഫാമിലി. എന്നാൽ ജോയിന്റ് ഫാമിലി, അതായത് കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ അതിനകത്ത് മുതിർന്ന വല്യച്ഛനും വല്യമ്മയും ഉണ്ടാകും, അവരുടെ മക്കളുണ്ടാകും, അവരുടെ മക്കള് കല്യാണം കഴിച്ച് മക്കളുണ്ടാകും, അതിനകത്തുള്ള മക്കളുടെ മക്കളെല്ലാവരും ഉണ്ടാകും. ഓക്കെ. അപ്പോ ജോയിന്റ് ഫാമിലിയിൽ ഇപ്പൊ നമ്മുടെ അച്ഛനെ എടുത്താൽ അച്ഛന്റെ സഹോദരനെ വീട്ടിലുണ്ടാകും, അച്ഛന്റെ സഹോദരന്റെ വൈഫ് ഉണ്ടാകും. ഓക്കെ. അതുപോലെ അവരുടെ മക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മക്കളും മക്കളുടെ മക്കളെല്ലാം ഉണ്ടാകും. അപ്പൊ അത്രത്തോളം വലിയൊരു ഫാമിലി ആയിരിക്കും ജോയിന്റ് ഫാമിലിയിൽ വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ. നമുക്ക് നോക്കാം. ചിത്രം 1 അച്ഛനും അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കുടുംബമാകുന്നു അണുകുടുംബം. ചിത്രം 2 അച്ഛനും അമ്മയും മക്കളും അവരുടെ കുടുംബവുമാണുള്ളത്. ഇതാകുന്നു അങ്ങനെയുള്ള ഫാമിലിക്ക് പറയുന്ന പേരാകുന്നു വിസ്തൃത കുടുംബം, അതായത് എക്സ്റ്റെൻഡഡ് ഫാമിലി. ചിത്രം 3 കുടുംബം വളരെ വലുതാണ്. 3-4 തലമുറകൾ ആ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നു. ഈ കുടുംബമാകുന്നു ജോയിന്റ് ഫാമിലി. ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ലോകത്ത് എല്ലായിടത്തും കുടുംബമുണ്ട്. ദേശഭാഷകൾക്ക് അതീതമായി കുടുംബം എല്ലാ സമൂഹങ്ങളിലും നിലകൊള്ളുന്നു. ഇത് കുടുംബത്തിന്റെ ഒരു സവിശേഷതയാണ് അല്ലെ. അപ്പൊ ലോകത്ത് എല്ലായിടത്തും കുടുംബമുണ്ട്. ദേശഭാഷകൾക്ക് അതീതമാണ് കുടുംബം. എല്ലാ സമൂഹങ്ങളിലും കുടുംബം നിലകൊള്ളുന്നുണ്ട്. ഇത് കുടുംബത്തിന്റെ ഒരു സവിശേഷതയാണ്. കുടുംബാംഗങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന ഘടകങ്ങൾ ഒരുപാടുണ്ട് അല്ലെ. കുടുംബാംഗങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന ഘടകങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു സ്നേഹം, പരസ്പര ബഹുമാനം തുടങ്ങിയവ. മേൽ പറഞ്ഞ വൈകാരിക ബന്ധങ്ങളാണ് കുടുംബത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട്? ഒരു വീടിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരിമിതമായ അംഗങ്ങൾ മാത്രമേ ഒരു കുടുംബത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇത് കുടുംബത്തിന്റെ ഒരു സവിശേഷതയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2, ഒരു വീടിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരിമിതമായ അംഗങ്ങൾ മാത്രമേ ഒരു കുടുംബത്തിൽ ഉണ്ടാകുകയുള്ളൂ. ഇത് കുടുംബത്തിന്റെ ഒരു സവിശേഷതയാണ്. പൂർത്തിയാക്കിയ പട്ടികയിൽ നിന്ന് വീട്ടുജോലികളിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പങ്കാളികളാകുന്നുവെന്ന് ബോധ്യപ്പെട്ടല്ലോ. ഇങ്ങനെയുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ കുടുംബത്തിന്റെ കെട്ടുറപ്പിന് അനിവാര്യമാണ്. കുടുംബത്തിന്റെ ഒരു സവിശേഷതയായ ഈ ഉത്തരവാദിത്ത ബോധമാണ് കുടുംബത്തെ നിലനിർത്തുന്നത്. ഓക്കെ. അപ്പൊ കുടുംബത്തെ നിലനിർത്തുന്ന വലിയൊരു കാര്യമുണ്ട്, ഉത്തരവാദിത്ത ബോധം എന്ന് പറയും അല്ലെ. എങ്ങനെയാണ്? ഒരു വീട്ടിലെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആ ഒരു പാർട്ടിസിപ്പേഷനിലൂടെയാണ് ഒരു കുടുംബം മുന്നോട്ട് പോകുകയുള്ളൂ. ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്ത ബോധം, ഇതിലൂടെയൊക്കെയാണ് കുടുംബം നിലനിൽക്കുന്നത്. ഇപ്പൊ വീട്ടുജോലികൾ ചെയ്യുകയാണെങ്കിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അതിൽ പങ്കാളികളാകണം. അല്ലാതെ വീട്ടിലെ അമ്മ മാത്രം പണിയെടുക്കുന്ന അവസ്ഥ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. അവിടെ അച്ഛനും അമ്മയും മക്കളും എല്ലാം അതിന്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കണം. ഓക്കെ. ഇങ്ങനെയുള്ള കൂട്ടായ പ്രവർത്തനങ്ങളാണ് കുടുംബത്തിന് കെട്ടുറപ്പ് നൽകുന്നത്. കുടുംബത്തിലെ ഒരു സവിശേഷതയാണ് ഈ ഉത്തരവാദിത്ത ബോധം എന്ന് പറയുന്നത്. ഇത്തരം ഉത്തരവാദിത്ത ബോധങ്ങളുള്ള കുടുംബമാണ് നിലനിൽക്കുന്നതും കുടുംബത്തെ നിലനിർത്തുന്നതും. ഓക്കെ. ദെൻ ദേശഭാഷകൾക്ക് അതീതമാകുന്ന കുടുംബം. അവിടെ എന്താ പറയുന്നത്? നമുക്കിത് മാച്ച് ദ ഫോളോവിംഗ് ആണ്. ദേശഭാഷകൾക്ക് അതീതമാകുന്ന കുടുംബം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും കുടുംബമുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്. പരിമിതമായ വലിപ്പം കുടുംബത്തിന് അല്ലെ. പരിമിതമായ വലിപ്പം എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾ കുറവ്, കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവ് എന്നുള്ളതാണ് അവിടെ വരുന്നത്. വൈകാരിക ബന്ധങ്ങൾ, സ്നേഹം, വാത്സല്യം, സുരക്ഷിതത്വ ബോധം, ഇതൊക്കെയാണ് അവിടെ വരുന്നത്. ഉത്തരവാദിത്വ ബോധം, ചുമതലകൾ നിർവഹിക്കൽ. ഈ രീതിയിൽ നമുക്ക് എ, ബി എന്നീ 2 ടേബിളിലെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. കുടുംബത്തിന്റെ ധർമ്മങ്ങൾ. നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയല്ലേ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ. സാധാരണയായി ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബമാണ് അല്ലെ. നമ്മുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നീ ആവശ്യങ്ങൾ നമുക്ക് സാധാരണയായി നിറവേറ്റി തരുന്ന ആരാകുന്നു? നമ്മുടെ കുടുംബമാകുന്നു. നിങ്ങൾക്ക് മാതാപിതാക്കളോടും അവർക്ക് നിങ്ങളോടും സ്നേഹമുണ്ട്. കുടുംബാംഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പരസ്പര ആശ്രയത്വം, സഹകരണ മനോഭാവവും എല്ലാം കുടുംബാംഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പരസ്പര ആശ്രയത്വവും സഹകരണ മനോഭാവവും നല്ല വ്യക്തികളാക്കാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പൊ കുടുംബത്തിൽ നിന്നുള്ള ഇത്തരം നല്ല ക്വാളിറ്റീസ് നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ നല്ല വ്യക്തികളായി മാറുന്നത്. നല്ല വ്യക്തികളായി മാറാൻ നമ്മളെ സഹായിക്കുന്നതും ഇത്തരം കുടുംബത്തിൽ നിന്നുള്ള നല്ല ഗുണങ്ങളാകുന്നു. ഓക്കെ. പരസ്പര ആശ്രയത്വം, സഹകരണ മനോഭാവം തുടങ്ങിയ നല്ല ഗുണങ്ങൾ കുടുംബത്തിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ നല്ല വ്യക്തികളാകുവാനായിട്ട് നമ്മെ സഹായിക്കുന്നുണ്ടാവാം. നിങ്ങൾ ശിശുവായിരുന്നപ്പോൾ പെരുമാറിയിരുന്നത് പോലെയാണോ ഇപ്പോൾ പെരുമാറുന്നത്? ശിശുവായിരിക്കുമ്പോഴുള്ള പെരുമാറ്റ രീതിയല്ല വലുതാകുമ്പോൾ ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്നത്. ശരിയല്ലേ? അച്ചടക്കം, മര്യാദ, പങ്കുവയ്ക്കൽ തുടങ്ങിയ ഗുണങ്ങൾ കുടുംബത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു അല്ലെ. ഒരു ഡിസിപ്ലിൻ നമുക്ക് ഫാമിലിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മാനേഴ്സ്, ഷെയറിംഗ് തുടങ്ങിയ ക്വാളിറ്റീസ് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ വീട്ടിലിരിക്കണമെന്ന് ആഗ്രഹിക്കാറില്ലേ? വീട്ടിൽ കിട്ടുന്ന സുരക്ഷിതത്വ ബോധം നിങ്ങൾക്ക് മറ്റൊരിടത്തു നിന്നും പൂർണ്ണമായി ലഭിക്കാറില്ല. ശരിയല്ലേ? കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നത് കുടുംബമാണ്. സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക എന്നത് കുടുംബത്തിന്റെ ധർമ്മമാണ്. കുടുംബത്തിന്റെ ധർമ്മത്തിൽപ്പെട്ടതാണ് എന്ത്? അവിടെയുള്ളവർക്ക് സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഓക്കെ. ഇനി ഇവിടെ പറയുന്നുണ്ട് കുടുംബത്തിന്റെ ധർമ്മങ്ങൾ. കുടുംബത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? സുരക്ഷിതത്വ ബോധം, സ്നേഹം, വാത്സല്യം, അതുപോലെ സാമ്പത്തിക സുരക്ഷിതത്വം, പരസ്പരാശ്രയത്വം,
സഹകരണ മനോഭാവം, പെരുമാറ്റശീലങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങൾ, സാമൂഹീകരണം തുടങ്ങിയവയെല്ലാം എന്താണ് കുടുംബത്തിന്റെ ധർമ്മങ്ങളിൽ വരുന്ന പോയിന്റ്സ് ആകുന്നു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓഗ്ബേൺ എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു കോട്ട്സ് ആകുന്നു. ഓഗ്ബേൺ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ് നമുക്കിനി വായിക്കാനുള്ളത്. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം. അപ്പൊ കുടുംബത്തിന്റെ ഏറ്റവും മെയിൻ ധർമ്മം എന്താകുന്നു, ഡ്യൂട്ടി എന്താകുന്നു? കുടുംബത്തിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് കുടുംബത്തിന്റെ ധർമ്മം. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം, ശരിയല്ലേ? സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. രക്തബന്ധത്തിലൂടെയോ വിവാഹബന്ധത്തിലൂടെയോ ദത്തെടുക്കലിലൂടെയോ ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നു. രക്തബന്ധം, വിവാഹബന്ധം, ദത്തെടുക്കൽ, ഇതിലൂടെ ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നു. കുടുംബഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ കുടുംബഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ന്യൂക്ലിയർ ഫാമിലി, എക്സ്റ്റൻഡഡ് ഫാമിലി, ജോയിന്റ് ഫാമിലി എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. സാർവലൗകികത, ഒരു യൂണിവേഴ്സാലിറ്റി, വൈകാരിക ബന്ധം, പരിമിതമായ വലുപ്പം, ഉത്തരവാദിത്വ ബോധം എന്നിവ കുടുംബത്തിന്റെ സവിശേഷതകളാണ്. അപ്പൊ കുടുംബത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാകുന്നു? പരിമിതമായ വലിപ്പം, ഉത്തരവാദിത്വ ബോധം, വൈകാരിക ബന്ധം, ഒരു സാർവലൗകികത അതായത് യൂണിവേഴ്സാലിറ്റി എന്നിവ കുടുംബത്തിന്റെ സവിശേഷതകളാകുന്നു. സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, സ്നേഹവാത്സല്യങ്ങൾ നൽകുക, നല്ല പെരുമാറ്റശീലങ്ങൾ വളർത്തിയെടുക്കുക തുടങ്ങിയവയാണ് കുടുംബത്തിന്റെ ധർമ്മങ്ങൾ. കുടുംബത്തിന്റെ ധർമ്മങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആകുന്നു. അപ്പോൾ നമ്മൾ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ, ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുടുംബത്തെ ന്യൂക്ലിയർ ഫാമിലി, ജോയിന്റ് ഫാമിലി, എക്സ്റ്റൻഡഡ് ഫാമിലി എന്നിങ്ങനെ തിരിച്ചിരുന്നു. ഇനി നമുക്ക് റെസിഡൻസ്, ഒരു കുടുംബത്തിലെ റെസിഡൻസിന്റെ അടിസ്ഥാനത്തിൽ, വാസസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുടുംബത്തെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. നോക്കൂ, മാട്രിലോക്കൽ ഫാമിലി, പാട്രിലോക്കൽ ഫാമിലി, അതായത് മാതൃസ്ഥാനീയ കുടുംബം, പിതൃസ്ഥാനീയ കുടുംബം. ആ പേരിൽ തന്നെയുണ്ട് മാതൃസ്ഥാനീയ കുടുംബം എന്ന് പറഞ്ഞാൽ മാതൃ എന്ന് പറയുമ്പോൾ മാതാവ്, ഓക്കെ, അല്ലെങ്കിൽ നവദമ്പതിമാരുടെ സ്ത്രീയുടെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നു. ഓക്കെ, ഭാര്യ ഗൃഹവാസം എന്നാണ് പറയുന്നത്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്ന ആ ഒരു വാസസ്ഥലം അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ മാട്രിലോക്കൽ ഫാമിലി എന്ന് പറയുന്നു. ഇനി പിതൃസ്ഥാനീയ കുടുംബം എന്ന് പറഞ്ഞാൽ ദമ്പതിമാർ എന്ത് ചെയ്യുന്നു? പുരുഷന്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നു. ഇതാണ് പാട്രിലോക്കൽ ഫാമിലി, പാട്രിലോക്കൽ റെസിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിതൃസ്ഥാനീയ കുടുംബം അവിടെ എങ്ങനെയാകുന്നു? ദമ്പതിമാര് പുരുഷന്റെ മാതാപിതാക്കളോടൊപ്പം ആകുന്നു താമസിക്കുന്നത്. ഇനി മാതൃസ്ഥാനീയ കുടുംബം മാട്രിലോക്കൽ എങ്ങനെയാകുന്നു? നവദമ്പതിമാര് സ്ത്രീയുടെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോ നമ്മുടെ അടുത്ത പ്രദേശത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുന്നത് എന്താണ്? പാട്രിലോക്കലാണ് അവിടെ കാണുന്നത്. ഭർതൃഗ്രഹവാസമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ കോഴിക്കോട് ചില ഭാഗങ്ങളിലൊക്കെ മാട്രിലോക്കൽ ഫാമിലി ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പല പ്രദേശങ്ങളുണ്ടാകും, അല്ലെ? ഓക്കെ, ഭാര്യഗ്രഹവാസം ഉള്ളവരുണ്ടാകും, ഭർതൃഗ്രഹവാസം ഉള്ളവരുണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് അതോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അധികാരം എന്ന് പറയുമ്പോൾ പുരുഷൻ അധികാരം, ആധിപത്യമുള്ള കുടുംബത്തെ പറയുന്ന പേരാകുന്നു പാട്രിയാർക്കൽ ഫാമിലി. പുരുഷൻ അധികാരവും ആധിപത്യമുള്ള കുടുംബമാകുന്നു പാട്രിയാർക്കൽ ഫാമിലി. ഇപ്പൊ നമുക്ക് അങ്ങനെ കാണാനൊന്നും പറ്റില്ല. ഇപ്പോ ഭർത്താവും ഭാര്യ കുടുംബം എല്ലാവരും തന്നെ വളരെ ഒരു ഫ്രണ്ട്ലി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെയാണ് എല്ലാ ഫാമിലി ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മുമ്പ് ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു. ഇല്ലങ്ങൾ എന്ന് പറയുന്നത് പിതൃദായക കുടുംബമായിരുന്നു, പാട്രിയാർക്കൽ ഫാമിലി ആയിരുന്നു. അവിടെ പുരുഷനായിരിക്കും അധികാരവും ആധിപത്യവും കൂടുതൽ. ഇല്ലങ്ങൾ. ഓക്കെ, അപ്പൊ പുരുഷൻ അധികാരവും ആധിപത്യമുള്ള കുടുംബത്തിന് പറയുന്ന പേരാകുന്നു പാട്രിയാർക്കൽ ഫാമിലി. മലയാളത്തിൽ പിതൃദായക കുടുംബം എന്ന് പറയും. അത് ഇല്ലങ്ങൾ അതിന് എക്സാമ്പിൾ ആണ്. മാതൃദായക കുടുംബം എന്ന് പറഞ്ഞാൽ മാട്രിയാർക്കൽ ഫാമിലിയാണ്. മാട്രിയാർക്കൽ ഫാമിലി എന്ന് പറയുമ്പോൾ തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ സ്ത്രീകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പൊ അവിടെ സ്ത്രീകളായിരിക്കും കൂടുതൽ പവർഫുൾ, സ്ത്രീകൾക്കായിരിക്കും അധികാരവും ആധിപത്യവും ഉണ്ടാവുക. അപ്പോ ഇത് മാതാവിന് പൂർണ്ണ അധികാരമുള്ള കുടുംബങ്ങളാകുന്നു ഇത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ടത്തെ നായർ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു 2 തലമുറകൾക്ക് മുമ്പ്, 2 or 3 തലമുറകൾക്ക് മുമ്പുള്ള നായർ കുടുംബങ്ങൾ മാട്രിയാർക്കൽ ഫാമിലി ആയിരുന്നു. ഇതുപോലെ പഴയകാല ഇല്ലങ്ങൾ അത് മാട്രിയാർക്കൽ ഫാമിലി ആയിരുന്നു. പഴയകാല ഇല്ലങ്ങൾ പാട്രിയാർക്കൽ ഫാമിലിയും പഴയകാല നായർ ഫാമിലി മാട്രിയാർക്കൽ ഫാമിലി ആയിരുന്നു. ഓക്കെ, പിതൃദായകം, മാതൃദായകം, അതപ്പോ മനസ്സിലാക്കി വെക്കുക. ദെൻ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബാംഗങ്ങൾ രണ്ടായി തിരിക്കുക. അപ്പൊ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ പിതൃതാവഴിയുണ്ട്, മാതൃതാഴ്വഴിയുണ്ട്. ഓക്കെ, പിതൃതാഴ്വഴി എന്ന് പറയുമ്പോൾ പാട്രിലീനിയൽ ഫാമിലി ഉണ്ട്, മാതൃതാഴ്വഴി എന്ന് പറയുമ്പോൾ മാട്രിലീനിയൽ ഫാമിലി ഉണ്ട്. അതായത് പിതൃതാഴ്വഴി കുടുംബത്തിൽ എങ്ങനെയാണ്? ഇത്ര കുടുംബത്തിൽ പാരമ്പര്യം അച്ഛൻ വഴിയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ സാധാരണയായിട്ടുള്ളത് ഈ രീതിയാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഇപ്പൊ ഫാമിലിയിലൊക്കെ ഫോളോ ചെയ്യുന്നത് പാട്രിലീനിയൽ ഫാമിലിയാണ്. അതൊക്കെ പിതൃതാഴ്വഴി കുടുംബമാണ്. അതായത് കുടുംബത്തിന്റെ പാരമ്പര്യം ലഭിക്കുന്നത് അച്ഛൻ വഴിയാണ്. മാതൃതാഴ്വഴി കുടുംബത്തിൽ എങ്ങനെയാണ്?
അതായത് മാട്രിലീനിയൽ ഫാമിലിയിൽ എങ്ങനെയാണ് കുടുംബത്തിന്റെ പാരമ്പര്യം, അതായത് വംശാവലി ലഭിക്കുന്നത് അമ്മ വഴിയാണ്. അതാണ് എന്ത് മാതൃതാ വഴി, അതായത് മാട്രിലീനിയൽ ഫാമിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വിവാഹം എന്ന സ്ഥാപനത്തെ കുറിച്ചാകുന്നു. വിവാഹം എന്ന സ്ഥാപനം, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജിനെ കുറിച്ചാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോംസ് ഓഫ് മാരേജിനെ കുറിച്ചാണ്. വിവാഹത്തെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. പങ്കാളികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലും വിവാഹ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലും നമുക്ക് വിവാഹത്തെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. പങ്കാളികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും ഏകവിവാഹം, ബഹുവിവാഹം എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം. ബഹുവിവാഹത്തെ ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം എന്നിങ്ങനെയും ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. വിവാഹ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ സ്വഗണ വിവാഹമെന്നും ബഹിർഗണ വിവാഹമെന്നും ക്ലാസിഫൈ ചെയ്യാം. സ്വഗണ വിവാഹത്തെ എൻഡോഗമി എന്നും ബഹിർഗണ വിവാഹത്തെ എക്സോഗമി എന്നും നമുക്ക് പറയാവുന്നതാണ്. ഇനി നമുക്ക് എന്താണ് മോണോഗമി എന്ന് പറയാം. മോണോഗമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു പങ്കാളിയെ മാത്രമേ അനുവദിക്കുന്നുള്ളൂ. ഇതാണ് മോണോഗമി, അതായത് ഏകവിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ മാത്രം വിവാഹം കഴിക്കുന്ന സമ്പ്രദായമാണിത്. മിക്ക സമൂഹങ്ങളിലും നമ്മുടെയൊക്കെ അടുത്ത് നമുക്ക് കാണാവുന്നത് എന്താണ് മോണോഗമി ആകുന്നു. മിക്ക സമൂഹങ്ങളിലും ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന സമ്പ്രദായമാകുന്നു മോണോഗമി. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, ഇനി മോണോഗമിയുടെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആവുന്നു സീരിയൽ മോണോഗമി. സീരിയൽ മോണോഗമി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു പങ്കാളി മാത്രമേ അനുവദിക്കുന്നുള്ളൂ സീരിയൽ മോണോഗമിയിൽ. പക്ഷെ ഇവിടെ എന്താണ് വ്യത്യാസം? അതായത് ചില സമൂഹങ്ങൾ എന്ത് ചെയ്യുന്നു, പങ്കാളികളുടെ മരണശേഷമോ അല്ലെങ്കിൽ വിവാഹ മോചനത്തിന് ശേഷമോ വീണ്ടും ആ വിവാഹം കഴിക്കുന്നു. അപ്പോ അതാണ് സീരിയൽ മോണോഗമി. അവിടെ എന്താണ് ഒരേ സമയത്ത് എന്താകുന്നു, ഒരു പങ്കാളി മാത്രമേ അവിടെ ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, ഒരേ സമയത്ത് ഒന്നിലധികം പങ്കാളികളെ സ്വീകരിക്കുവാൻ അവർക്ക് അനുവാദമില്ല. ഇത്തരത്തിലുള്ള ഏകവിവാഹത്തെ അനുക്രമ വിവാഹം, അതായത് സീരിയൽ മോണോഗമി എന്ന് പറയുന്നു. അപ്പൊ സീരിയൽ മോണോഗമി സംഭവിക്കുന്നതും ഡിവോഴ്സോ അല്ലെങ്കിൽ മരണശേഷമോ ഒക്കെ തന്നെ ഈ പുരുഷൻ മറ്റൊരു സ്ത്രീ അല്ലെങ്കിൽ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുന്ന സിസ്റ്റമാണ് സീരിയൽ മോണോഗമിയിലും വരുന്നത്. അവിടെയും ഈ പറയുന്നത് പോലെ ഒരേ സമയം ഒരു പങ്കാളി മാത്രമേ അനുവദിക്കുന്നുള്ളൂ. അതാണ് മോണോഗമി അല്ലെങ്കിൽ സീരിയൽ മോണോഗമി ഒക്കെ അതങ്ങനെ തന്നെയാണ്. ഓക്കെ, ദെൻ പോളിഗമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒന്നിലധികം വിവാഹം കഴിക്കാൻ കഴിയുന്ന സമ്പ്രദായമാണ് പോളിഗമി. അതായത് ഒരു വ്യക്തിക്ക് ഒന്നിലധികം വിവാഹം കഴിക്കാൻ പറ്റുന്ന സമ്പ്രദായമാകുന്നു പോളിഗമി. ഇവിടെ എങ്ങനെയായിരിക്കും? ഇവിടെ ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒന്നിലധികം ഇണകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ബഹുവിവാഹം എന്ന് നമുക്ക് അതിനെ മലയാളത്തിൽ പറയാം. പോളിഗമിയെ നമുക്ക് ബഹുവിവാഹം എന്ന് മലയാളത്തിൽ പറയാം. അപ്പൊ പോളിഗമിയെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം. ബഹുഭാര്യത്വത്തിന് നമുക്ക് ഇംഗ്ലീഷില് പോളിജിനി എന്ന് പറയാം. ബഹുഭാര്യത്വത്തെ നമുക്ക് ഇംഗ്ലീഷിൽ പോളിജിനി എന്നും ബഹുഭർത്തൃത്വത്തെ നമുക്ക് ഇംഗ്ലീഷിൽ പോളിയാൻട്രി എന്നും പറയാം. ഓക്കെ, അപ്പൊ ബഹുഭാര്യത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാർ. ബഹുഭർത്തൃത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാർ. അതാണ് ബഹുഭർത്തൃത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ പോളിജിനി എന്നാണ് പറയുന്നത്. പോളിഗമി വേറെ, പോളിജിനി വേറെ, അത് മാറിപ്പോകരുത്. ബഹുവിവാഹം എന്നുള്ളതിന്റെ ഇംഗ്ലീഷാണ് പോളിഗമി. ബഹുഭാര്യത്വം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ആകുന്നു പോളിജിനി. ഓക്കെ, അപ്പോൾ പോളിഗമിയെയാണ് നമ്മൾ പോളിജിനി എന്നും പോളിയാൻട്രി എന്നും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോളിജിനി എന്താന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് ഒരേ സമയം രണ്ടോ അതിലധികമോ ഭാര്യമാർ ഉണ്ടായിരിക്കും. ഇനി ബഹുഭർത്തൃത്വം, അതായത് പോളിയാൻട്രി എന്ന് പറഞ്ഞാലോ ഒരു സ്ത്രീക്ക് ഒരേ സമയം രണ്ടോ അതിലധികമോ ഭർത്താക്കന്മാർ ഉണ്ടായിരിക്കുന്ന സമ്പ്രദായമാകുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം സ്വഗണ വിവാഹവും ബഹിർഗണ വിവാഹവും. അതെങ്ങനെയാന്ന് പറഞ്ഞാല് ഓരോ സമൂഹത്തിനും വിവാഹ കാര്യത്തിൽ ചില നിയന്ത്രണങ്ങളും വിലക്കുകളും ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ സമൂഹം ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വ്യക്തികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നു. തങ്ങളുടെ ജാതിയിൽ നിന്നാണ് വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വന്തം ഗണത്തിൽ നിന്നും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന വിവാഹ നിയമമാകുന്നു എൻഡോഗമി. അപ്പൊ സ്വന്തം ഗണത്തിൽ നിന്നായിരിക്കും അത് സംഭവിക്കുക. സ്വന്തം ജാതിയിൽ നിന്നോ സ്വന്തം ഗോത്രത്തിൽ നിന്നോ സ്വന്തം വർഗത്തിൽ നിന്നോ മാത്രം വിവാഹം കഴിക്കുന്ന ഒരു രീതിയാകുന്നു എന്ത് എൻഡോഗമി. ഓക്കെ, അതിനെ സ്വഗണ വിവാഹം എന്ന് പറയുന്നു. എന്നാൽ ഒരു വ്യക്തിക്ക് സ്വന്തം ഗണത്തിന് പുറത്തുള്ള ഒരു വിവാഹം ചെയ്യുന്ന സമ്പ്രദായമാകുന്നു ബഹിർഗണ വിവാഹം. അപ്പൊ ബഹിർഗണ വിവാഹത്തിൽ എങ്ങനെയാകുന്നു? സ്വന്തം ഗണത്തിന് പുറത്തുള്ളവരാണ് അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്വഗണ വിവാഹത്തിന്റെ നേർ വിപരീതമാണ് ബഹിർഗണ വിവാഹം, അതായത് എക്സോഗമി. എക്സിറ്റ്, പുറത്ത് ഉള്ളവരാണ് അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നാഗാലാൻഡ് ഒക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലാകും, അവരുടെ ആ ഒരു ഗ്രാമത്തിലുള്ളവരൊക്കെ അവർക്ക് എങ്ങനെയായിരിക്കും? സഹോദരി സഹോദരങ്ങളായിട്ടാണ് കണക്കാക്കാൻ പാടുള്ളൂ. അവർ വേറെ ഗ്രാമത്തിൽ നിന്നായിരിക്കും അവർ വിവാഹം കഴിക്കുന്നത്. അത് എക്സോഗമിയാണ്. അവർ സ്വന്തം ഗണത്തിൽ നിന്ന് മാറി പുറത്തുള്ള ഗണത്തിലുള്ളവരാണ് അവർ വിവാഹം കഴിക്കുന്നത്. അത് എക്സോഗമിയാണ്. സ്വന്തം ഗോത്രം, സ്വന്തം വർഗം, സ്വന്തം ജാതി, ഇതിൽ നിന്ന് വിവാഹം കഴിക്കുന്നതാണ് എൻഡോഗമി. എൻഡോഗമിയുടെ നേരെ ഓപ്പോസിറ്റ് ആകുന്നു എക്സോഗമി. എക്സോഗമിക്ക് നമുക്ക് മലയാളത്തിൽ ബഹിർഗണ വിവാഹം എന്ന് പറയുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഒന്ന് ചെയ്ത് നോക്കാം. ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നു. ഇതെന്താണ്? ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നു, അതായത് ബഹുഭർത്തൃത്വം, അല്ലെ? ഇനി സ്വഗണത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്നു, സ്വഗണം, അതെന്താകുന്നു? എൻഡോഗമി അല്ലെങ്കിൽ സ്വഗണ വിവാഹം. ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി മാത്രം വിവാഹബന്ധം, അത് മോണോഗമി. ഒരു പുരുഷന് ഒരേ സമയം രണ്ടോ അതിലധികമോ ഭാര്യമാർ ഉണ്ടായിരിക്കുന്നത്, അത് ബഹുഭാര്യത്വം എന്ന് പറയുമ്പോൾ പോളിജിനി.
ഓക്കെ, നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി നമുക്ക് നോക്കാം കുടുംബം, ബന്ധുത്വം തുടങ്ങിയ അടിസ്ഥാന സങ്കല്പങ്ങളുടെ നിർവചനം. ഹലോ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കുടുംബം, ബന്ധുത്വം തുടങ്ങിയ അടിസ്ഥാന സങ്കല്പങ്ങളുടെ നിർവചനത്തെ കുറിച്ചാകുന്നു. കുടുംബം, ബന്ധുത്വം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷനെ കുറിച്ചാകുന്നു നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്കതിന് കുടുംബത്തിന്റെ ഡെഫിനിഷൻ നോക്കാം. പ്രാഥമിക ബന്ധം നിലനിൽക്കുന്ന വ്യക്തികളുടെ ഒരു കൂട്ടമാകുന്നു കുടുംബം. പ്രാഥമിക ബന്ധം നിലനിൽക്കുന്ന വ്യക്തികളുടെ ഒരു കൂട്ടമാകുന്നു കുടുംബം. പ്രാഥമിക ബന്ധം എന്താണെന്ന് നമുക്ക് വരുന്ന വഴിയിൽ പഠിക്കാം. ഇപ്പൊ ഡെഫിനിഷൻ നോക്കുക. പ്രാഥമിക ബന്ധം നിലനിൽക്കുന്ന വ്യക്തികളുടെ ഒരു കൂട്ടമാകുന്നു കുടുംബം. വിവാഹം വഴിയോ രക്തബന്ധം വഴിയോ വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുന്ന ബന്ധത്തെയാണ് ബന്ധുത്വം എന്ന് പറയുന്നത്. കിൻഷിപ്പിനെ നമ്മൾ മലയാളത്തിൽ ബന്ധുത്വം എന്ന് പറയും. അതിന്റെ ഡെഫിനിഷൻ ആകുന്നു വിവാഹം വഴിയോ രക്തബന്ധം വഴിയോ വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുന്ന ബന്ധത്തെയാണ് കിൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബന്ധുത്വത്തിന്റെ അടിസ്ഥാനം എന്തെല്ലാമാണ്? വിവാഹം, രക്തബന്ധം. ഇതിലൂടെയാകുന്നു കിൻഷിപ്പ്, അതായത് ബന്ധുത്വം ഉണ്ടാകുന്നത്. കുടുംബം എന്താണെന്ന് പറഞ്ഞാൽ പ്രാഥമിക ബന്ധം നിലനിൽക്കുന്ന വ്യക്തികളുടെ ഒരു കൂട്ടമാകുന്നു കുടുംബം. ഇനി ബന്ധുത്വത്തെ രണ്ടായി തിരിക്കാം. വൈവാഹിക ബന്ധം, അതുപോലെ രക്തബന്ധം. വൈവാഹിക ബന്ധത്തെ അഫിനൽ കിൻഷിപ്പ് എന്ന് പറയും. രക്തബന്ധത്തെ, അതായത് സഹോദര ബന്ധുത്വത്തെ കാൻസഗ്യൂനിയസ് കിൻഷിപ്പ് എന്നും പറയും. നമുക്കിനി എന്താണെന്ന് നോക്കാം. വൈവാഹിക ബന്ധുത്വം എന്ന് പറഞ്ഞാൽ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധുത്വത്തെയാണ് വൈവാഹിക ബന്ധുത്വം എന്ന് പറയുന്നത്. ഭർത്താവും ഭാര്യയും, ഭർത്താവിന്റെ അച്ഛനും അമ്മയും, മരുമകളും മരുമകനും, ഇതൊക്കെ എന്താകുന്നു? വൈവാഹിക ബന്ധുത്വമാകുന്നു. രക്തബന്ധം എന്ന് പറഞ്ഞാൽ, അതായത് സഹോദര ബന്ധുത്വം എന്ന് പറഞ്ഞാൽ രക്തബന്ധം വഴിയോ പൊതുപൂർവികത്വം വഴിയോ ഉണ്ടാകുന്ന ബന്ധുത്വത്തിന് സഹോദര ബന്ധുത്വം, അതായത് കോൺസഗ്യൂനിയസ് കിൻഷിപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ബന്ധുത്വം രണ്ട് രീതിയിലാണ്: വൈവാഹിക ബന്ധുത്വം, രക്തബന്ധം. അപ്പോൾ വൈവാഹിക ബന്ധുത്വമുണ്ട്, രക്തബന്ധമുണ്ട്. ഈ രണ്ട് രീതിയിൽ ബന്ധുത്വം ഉണ്ടാക്കാം. ഓക്കെ, രക്തബന്ധം എന്ന് പറയുമ്പോൾ പിതാവ്, പുത്രൻ, പിതാവിന്റെ സഹോദരൻ, ആ രീതിയിലാണ്. ദെൻ കുടുംബത്തിന്റെ ഡെഫിനേഷൻ പ്രാഥമിക ബന്ധം നിലനിൽക്കുന്ന വ്യക്തികളുടെ ഒരു കൂട്ടമാകുന്നു കുടുംബം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സോഗമി, മോണോഗമി, പോളിഗമി, പോളിയാൻഡ്രി, പോളിജിനി എന്നീ ഡെഫിനിഷൻസ് ആണ്. എക്സോഗമി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സ്വന്തം ഗണത്തിന് പുറത്തുള്ളവരെ വിവാഹം ചെയ്യുന്ന സമ്പ്രദായമാകുന്നു എക്സോഗമി. മോണോഗമി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു പങ്കാളിയെ മാത്രം അനുവദിക്കുന്ന വിവാഹ രീതിയാകുന്നു മോണോഗമി. പോളിഗമി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒന്നിലധികം വിവാഹം കഴിക്കുന്ന സമ്പ്രദായമാകുന്നു പോളിഗമി. പോളിയാൻഡ്രി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒരേ സമയം രണ്ടോ അതിലധികമോ ഭർത്താക്കന്മാർ ഉണ്ടായിരിക്കുന്ന സമ്പ്രദായമാകുന്നു പോളിയാൻഡ്രി. പോളിജിനി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് ഒരേ സമയം രണ്ടോ അതിലധികമോ ഭാര്യമാർ ഉണ്ടായിരിക്കുന്ന സമ്പ്രദായമാകുന്നു പോളിജിനി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദെൻ വൈവാഹിക ബന്ധുത്വം എന്താണെന്നും സഹോദര ബന്ധുത്വം എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. വൈവാഹിക ബന്ധുത്വം എന്ന് പറഞ്ഞാൽ വിവാഹത്തിലൂടെ ലഭിക്കുന്ന ബന്ധുത്വം. സഹോദര ബന്ധുത്വം എന്ന് പറഞ്ഞാൽ രക്തബന്ധം വഴി ഉണ്ടാകുന്ന ബന്ധുത്വമാകുന്നു സഹോദര ബന്ധുത്വം. വൈവാഹിക ബന്ധത്തെ നമുക്ക് അഫിനിയൽ കിൻഷിപ്പ് എന്ന് പറയാം. സഹോദര ബന്ധത്തെ നമുക്ക് കോൺസഗ്യൂനിയസ് കിൻഷിപ്പ് എന്ന് പറയാവുന്നതാണ്. ഇനി താഴെ പറയുന്നവയിൽ സംയുക്ത കുടുംബത്തിന്റെ, അതായത് ജോയിന്റ് ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ പെടാത്തത് ഏത്? അപ്പൊ പൊതു സ്വത്തും കൈവശവും അത് ജോയിന്റ് ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. ഒരേ മേൽക്കൂരയിൽ താമസിക്കുന്നതും ഒരേ ചൂള, അതായത് ഒരേ അടുക്കള ഉപയോഗിക്കുന്നതും അതും ജോയിന്റ് ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. ദെൻ പൊതുവായ ആരാധനയും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു, അതും ജോയിന്റ് ഫാമിലിയിൽ വരുന്നതാണ്. വ്യക്തിത്വവും നേടിയ പദവിയും, അതായത് ഒരാളുടെ പദവി കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ പ്രത്യേക പേഴ്സണാലിറ്റി കൊണ്ടോ ഒന്നുള്ള പ്രയോറിറ്റി അങ്ങനെയൊന്നും ജോയിന്റ് ഫാമിലിയിൽ ഇല്ല. ഓക്കെ, ഇല്ലോ ഏതൊരു ഉദാഹരണമാണ്. ഇല്ലോ എന്ന് പറഞ്ഞാൽ പുരുഷാധിപത്യ ഒരു ജോയിന്റ് ഫാമിലിയുടെ പ്രത്യേകതയാണ്. അതായത് പാട്രിയാർക്കൽ ഫാമിലിയുടെ ഒരു പ്രത്യേകതയാണ് ഇല്ലോ. മാട്രിയാർക്കൽ ഫാമിലിയിലെ പ്രത്യേകതയാകുന്നു ഏത്? നായർ സ്ത്രീകൾ. മാട്രിയാർക്കൽ ഫാമിലിയിലെ ഒരു സ്പെഷ്യാലിറ്റി ആകുന്നു. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഏതൊക്കെയാണത്? പാട്രിലോക്കൽ, മാട്രിലോക്കൽ, പാട്രിയാർക്കൽ, മാട്രിയാർക്കൽ, പാട്രിലീനിയൽ, മാട്രിലീനിയൽ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ദെൻ നമുക്കിനി അടുത്തത് വ്യക്തിയും സമൂഹവും എന്താണെന്നാണ് പഠിക്കാനുള്ളത്. ആദ്യം സമൂഹത്തിന്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ഒരു വ്യക്തി ജനനം മുതൽ മറ്റുള്ളവരോടുള്ള ആശ്രയത്വം ആരംഭിക്കുന്നു. ശരിയല്ലേ? കുടുംബവും അയൽക്കാരും സുഹൃത്തുക്കളും അധ്യാപകരും നമ്മുടെ വളർച്ചയിൽ പങ്കുവഹിക്കുന്നു. അതും ശരിയാണ്. ഭാഷയും വേഷവും സംസ്കാരവും പെരുമാറ്റ രീതികളും സമൂഹത്തിൽ നിന്നുമാണ് നാം സ്വായത്തമാക്കുന്നത്. ശരിയാണ്. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും വ്യക്തി പലരോടും ബന്ധപ്പെടുന്നു. ഓക്കെ, ഈ ബന്ധങ്ങളുടെ ജാലിക നിലനിൽക്കുന്ന വലിയ സംഘത്തെയാണ് സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാവരെയും കൂട്ടിയ ആ ഒരു വലിയ സംഘത്തിന് പറയുന്ന പേരാണ് സമൂഹം. സമൂഹമാണ് വ്യക്തിയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും അടിസ്ഥാനം. ദെൻ ഗ്രീൻ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് സമൂഹത്തെ കുറിച്ചൊരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാകുന്നു സമൂഹം. ഓക്കെ, വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാകുന്നു സമൂഹം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സമൂഹത്തിൽ വളരാത്തൊരു മനുഷ്യന് സാമൂഹ്യ ജീവിയായി മാറാൻ സാധിക്കില്ലെന്നും
സാമൂഹികമായ പെരുമാറ്റങ്ങളോ ഭാഷയോ ഒന്നും എളുപ്പം പഠിക്കാനോ പരിശീലിക്കാനോ സാധ്യമല്ലെന്നും വ്യക്തമായില്ലേ? ഓക്കെ. അപ്പൊ സമൂഹത്തിൽ വളരാത്തൊരു മനുഷ്യന് സമൂഹ ജീവിയായി മാറാൻ സാധിക്കില്ല. സാമൂഹികമായ പെരുമാറ്റങ്ങളോ ഭാഷയോ ഒന്നും എളുപ്പം പഠിക്കാനോ പരിശീലിക്കാനോ സാധ്യമല്ല. അപ്പൊ സമൂഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഓവറോൾ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന വലിയൊരു ഫാക്ടർ ആകുന്നു. ഓക്കെ. ഇതിന് നമുക്ക് പഠിക്കാനുള്ളത് സമുദായത്തെ കുറിച്ചാണ്. സമുദായം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത്. ഒരു നിശ്ചിത പ്രദേശത്ത് നാം ഒന്നാണ് എന്ന വികാരത്തോടെ ജീവിക്കുന്ന വ്യക്തികളുടെ സംഘമാകുന്നു സമുദായം. ഒരു നിശ്ചിത പ്രദേശത്ത് നാം ഒന്നാണ് എന്ന വികാരത്തോടെ ജീവിക്കുന്ന വ്യക്തികളുടെ സംഘമാകുന്നു സമുദായം, അതായത് കമ്മ്യൂണിറ്റി. നിശ്ചിതമായ പ്രദേശത്തെ താമസവും കൂട്ടായ പ്രവർത്തനങ്ങളും സദൃഢമായ ബന്ധങ്ങളും സമാനമായ സാംസ്കാരിക മൂല്യങ്ങളും സമുദായത്തിന്റെ പ്രത്യേകതയാകുന്നു. സമൂഹവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സമുദായം ചെറുതാണ്, എന്നാൽ സമൂഹത്തിലുള്ളതിനേക്കാൾ ആത്മബന്ധം സമുദായത്തിൽ നിലനിൽക്കുന്നു. ഒരു വ്യക്തിയെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്നതിൽ സമുദായം വലിയ പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഒരു നിശ്ചിത പ്രദേശത്ത് നാം ഒന്നാണെന്ന വികാരത്തോടുകൂടി ജീവിക്കുന്ന വ്യക്തികളുടെ സംഘത്തെയാണ് നമ്മൾ സമുദായം എന്ന് പറയുന്നത്. സമുദായം എന്ന് പറയുന്നതിൽ ആത്മബന്ധം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു വ്യക്തിയെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്നതിൽ സമുദായം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ സംഘടന അല്ലെങ്കിൽ സമാജം, അസോസിയേഷൻ എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. സമുദായം പഠിച്ചു, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സംഘടന അല്ലെങ്കിൽ സമാജം. അതിന് ഇംഗ്ലീഷിൽ അസോസിയേഷൻ എന്ന് പറയും. അതെന്താണ്? വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം പൊതു നന്മയ്ക്കു വേണ്ടി കൂടിയാണ് സമാജങ്ങൾ രൂപം കൊള്ളുന്നത്. റെസിഡന്റ് അസോസിയേഷനുകൾ, തൊഴിലാളി സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ തുടങ്ങിയ ഈ പറയുന്ന സമാജങ്ങൾക്ക്, അതായത് അസോസിയേഷൻസിന് അല്ലെങ്കിൽ സംഘടനകൾക്ക് ഉദാഹരണങ്ങളാകുന്നു. ഒരു വ്യക്തിയെ സമൂഹത്തിലെ കഴിവുറ്റ അംഗമാക്കി മാറ്റുന്നതിൽ സമുദായങ്ങൾക്ക് ഒരു വ്യക്തിയെ സമൂഹത്തിലെ കഴിവുറ്റ അംഗങ്ങളാക്കി മാറ്റുന്നതിൽ അല്ലെങ്കിൽ അംഗമാക്കി മാറ്റുന്നതിൽ സമുദായത്തിനും സമാജങ്ങൾക്കും വലിയ പങ്കുണ്ട്. ഓക്കെ. അപ്പോൾ ബൊഗാർഡ്സ് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് അസോസിയേഷനെ കുറിച്ച്, അതായത് സമാജത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാകുന്നു സമാജം. അപ്പൊ എന്താണ് സമാജവും സമുദായം തമ്മിലുള്ള വ്യത്യാസം? സമുദായം എന്ന് പറയുന്നത് വ്യക്തിപരമായ ബന്ധം ഉണ്ടാകും, ഒരു ആത്മബന്ധം ഉണ്ടാകും, അത് നീണ്ടു നിൽക്കുന്ന ബന്ധമായിരിക്കും, അതൊരു പ്രാഥമികമായ ഒരു സംഘമായിരിക്കും. എന്നാൽ സംഘടന എന്ന് പറയുന്നത് വ്യക്തിപരമായ ബന്ധമല്ല, അതൊരു താൽക്കാലിക ബന്ധമാണ്, അതൊരു ദ്വിതീയ സംഘമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഒരു താൽക്കാലികമായ വ്യക്തിപരമല്ലാത്ത ഒരു ദ്വിതീയ സംഘമായി പ്രവർത്തിക്കുന്നതാണ് സംഘടന. എന്നാൽ വ്യക്തിപരവും അതുപോലെ ആത്മബന്ധവുമുള്ള നീണ്ടു നിൽക്കുന്ന ബന്ധം ഉള്ള ഒരു പ്രാഥമിക സംഘമാകുന്നു സമുദായം. സമുദായം എന്ന് പറയുന്നത് കുറച്ചുകൂടെ അറ്റാച്ച്മെന്റ് കൂടുതലാണ്. ഓക്കെ. ഇനി സമൂഹത്തിന്റെ വളർച്ചയിലും നിലനിൽപ്പിലും പലവിധ വ്യക്തികൾ പങ്കാളികളായി തീരുന്നതിന് വ്യക്തമായല്ലോ. കുടുംബം, അയൽപക്കം, വിദ്യാലയം, സമാജങ്ങൾ തുടങ്ങിയവയെല്ലാം വ്യക്തികളുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ മാറ്റത്തിന് കാരണമായി തീരാറുണ്ട്. സമൂഹമില്ലെങ്കിൽ വ്യക്തിയില്ല എന്ന പോലെ വ്യക്തിയില്ലെങ്കിൽ സമൂഹവും ഇല്ല. ഓക്കെ. വ്യക്തിയും സമൂഹവും പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ ഒരു സമൂഹത്തിൽ നിന്നാണ് ഒരു വ്യക്തി ഉണ്ടാകുന്നത്. വ്യക്തിയുടെ നിലനിൽപ്പിന് സമൂഹം ആവശ്യമാണ്, സമൂഹം ഇല്ലെങ്കിൽ വ്യക്തിയില്ല. രണ്ടും പരസ്പരം പൂരകങ്ങളാകുന്നു. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സോഷ്യലൈസേഷൻ എന്താണെന്നതിനെ കുറിച്ചാണ്. എങ്ങനെയാണ് വ്യക്തി സമൂഹത്തിന്റെ ഭാഗമായി മാറുന്നത്? നിങ്ങൾ ശിശുക്കളെ ശ്രദ്ധിച്ചിട്ടില്ലേ? പരസഹായമില്ലാതെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ അവർക്ക് കഴിയുമോ? കുടുംബാംഗങ്ങളെ പോലും തിരിച്ചറിയാൻ എത്ര മാസങ്ങൾ എടുക്കുന്നു? സംസാരിക്കാനും നടക്കാനും കുട്ടി ക്രമേണ ശീലിക്കുന്നു. വളരും തോറും സംസ്കാരവും പെരുമാറ്റ രീതികളും തിരിച്ചറിയുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലൊരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയാകുന്നു സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹികരണം. അതായത് വ്യക്തികൾ സമൂഹത്തിന്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയ്ക്കാണ് സമൂഹീകരണം എന്ന് പറയുന്നത്. അത് ഓക്ബേൺ പറഞ്ഞ ഡെഫിനേഷൻ ആകുന്നു. അപ്പോൾ ഒരു സോഷ്യലൈസേഷനിലൂടെയാണ് നമുക്ക് നല്ലൊരു ഉത്തമ പൗരനായി മാറാൻ പറ്റുള്ളൂ. സമൂഹത്തിലെ ഉത്തമ പൗരനായി മാറാൻ നമുക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? സോഷ്യലൈസേഷനിലൂടെ ആകുന്നു. അപ്പൊ സമൂഹത്തിന്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാകുന്നു സോഷ്യലൈസേഷൻ. നമ്മളെല്ലാം സോഷ്യലൈസേഷന്റെ ഭാഗമാകണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ സോഷ്യൽ ആവുകയുള്ളൂ. ഓക്കെ. മനുഷ്യനെ ഒരു സമൂഹ ജീവിയാക്കുന്ന അതാണ് സാമൂഹികരണം. ഓക്കെ. വ്യക്തികൾക്ക് അപ്പോൾ മനുഷ്യനെ ഒരു സമൂഹ ജീവിയാക്കുന്ന ഇത് സാമൂഹികരണമാണ്. സാമൂഹികരണം ഇല്ലെങ്കിൽ വ്യക്തികൾക്ക് മനുഷ്യരെ പോലെ പെരുമാറാൻ കഴിയില്ല. നിസ്സഹായനായ ഒരു ശിശു ക്രമേണ ബോധവാനായി തീരുകയും അറിവുള്ള വ്യക്തിയായി തീരുകയും അവൾ സംസ്കാരത്തിന്റെ രീതികളിൽ നിപുണനായി തീരുകയും ചെയ്യുന്ന പ്രക്രിയയാകുന്നു സമൂഹീകരണം. അപ്പോൾ ഒരു വ്യക്തി ഏറ്റവും ഉത്തമ പൗരനായി ആ സമൂഹത്തിൽ മാറുന്നത് അവരിലുണ്ടാകുന്ന സാമൂഹികരണത്തിലൂടെയാകുന്നു. ഓക്കെ. അപ്പോൾ ജനന സമയത്ത് ഒരു മനുഷ്യ ശിശുവിന് സമൂഹത്തെക്കുറിച്ചോ സാമൂഹിക പെരുമാറ്റത്തെക്കുറിച്ചോ യാതൊന്നും അറിയില്ല. എന്നാൽ വളർന്നു വരുമ്പോൾ കുട്ടി എല്ലാം പഠിക്കാൻ തുടങ്ങുന്നു. ഭൗതിക ലോകത്തെ കുറിച്ച് അവൻ മനസ്സിലാക്കുന്നു. ഒരു നല്ല കുട്ടി അല്ലെങ്കിൽ ചീത്ത കുട്ടി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നും ഹി ഓർ ഷീ തിരിച്ചറിയുന്നു. തന്റെ ഭാഗത്തു നിന്നുള്ള ഏതുതരം പെരുമാറ്റമാണ് പ്രോത്സാഹിക്കപ്പെടുക, ഏതുതരം പെരുമാറ്റമാണ് നിരാകരിക്കപ്പെടുക എന്ന് കുട്ടി മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു ജൈവ വ്യക്തിയിൽ നിന്ന് സാമൂഹ്യ വ്യക്തിയിലേക്കുള്ള പരിണാമ പ്രക്രിയയാകുന്നു സോഷ്യലൈസേഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സാമൂഹികരണ സഹായികൾ. അപ്പോൾ സോഷ്യലൈസേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരൊക്കെയാണ്? കുടുംബം, കൂട്ടുകാർ, വിദ്യാലയം, മാധ്യമങ്ങൾ, ഇതെല്ലാം നമ്മളെ സോഷ്യലൈസേഷൻ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ ആകുന്നു. ഓക്കെ. ഇനി കുടുംബം എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കളിൽ നിന്നാണ് നാം പെരുമാറ്റശീലങ്ങൾ പഠിക്കുന്നത്. അതിനാൽ സാമൂഹികരണ പ്രക്രിയയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് കുടുംബമാണെന്ന് പറയാം. മാതാപിതാക്കളാണ് കുട്ടികൾക്ക് സാമൂഹികരണത്തിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകുന്നത്. നന്മയും തിന്മയും ശരിയും തെറ്റും തിരിച്ചറിയാൻ നാം പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ഓക്കെ. അതുപോലെ പരമ്പരാഗത
സമൂഹങ്ങളിൽ ഒരു വ്യക്തി ജനിക്കുന്ന കുടുംബമാണ് അയാളുടെ സാമൂഹ്യ പദവി നിർണ്ണയിക്കുന്നത്. ഒരു വ്യക്തി ജനിക്കുന്ന പ്രദേശം, സാമൂഹ്യ വർഗം സമൂഹത്തിന്റെ മാതൃകയായി സാരമായി സ്വാധീനിക്കുന്നു. കുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കാറുണ്ട്. അതുപോലെ കൂട്ടുകാര്, പിയർ എന്ന് പറഞ്ഞാൽ തുല്യർ അഥവാ സമന്മാർ എന്നാകുന്ന അർത്ഥം. അപ്പോൾ ചെറിയ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന സൗഹൃദ ബന്ധങ്ങൾ ഇത്തരത്തിൽ അവനെ സോഷ്യലൈസേഷന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പോസിറ്റീവായിട്ടും ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ എഫക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ സോഷ്യലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസീസ് ആകുന്നു ഫാമിലി, കുടുംബം, കൂട്ടുകാർ, സ്കൂൾ, മാധ്യമങ്ങൾ തുടങ്ങിയവ. ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിനി പഠിക്കാൻ പോകുന്നത് സാമൂഹ്യ സംഘം അതുപോലെ സാമൂഹ്യ സഞ്ചയം. ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സാമൂഹ്യ സംഘം അതിന് ഇംഗ്ലീഷിൽ നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയും. സാമൂഹിക സഞ്ചയത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ സോഷ്യൽ അഗ്രിഗേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ക്വാസി ഗ്രൂപ്പ് എന്ന് പറയും, അർദ്ധസംഘങ്ങൾ എന്ന് പറയും. അപ്പോൾ സാമൂഹിക സംഘവും സാമൂഹിക സഞ്ചയവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പഠിക്കുന്നത്. സാമൂഹിക സംഘത്തിൽ രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിൽ നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമോ ആയ ഒരു ബന്ധം ഉണ്ടായിരിക്കും, അവർ തമ്മിൽ കോൺടാക്ട് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഊന്നിയ, ഒരു അറ്റാച്ച്മെന്റിൽ ഊന്നിയ ഒരു ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാമൂഹ്യ സംഘം അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണം കുടുംബം, വിദ്യാലയം. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിരന്തരമായ പാരസ്പര്യം, ഈ പാരസ്പര്യത്തിന് സുസ്ഥിര മാതൃക, സംഘബോധം, പൊതു താല്പര്യം, പൊതുവായ വഴക്കങ്ങളുടെയും മൂല്യങ്ങളുടെയും സ്വീകാര്യത. പൊതുവായ കുറെ രീതികളുണ്ടാവും, മൂല്യങ്ങളുണ്ടാവും, അതിന്റെ സ്വീകാര്യത, നിശ്ചിതമായ ഘടന, ഇതൊക്കെ അതിനുണ്ടായിരിക്കും. എന്നാൽ അർദ്ധസംഘങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക സഞ്ചയം എന്ന് പറയുന്നത്, അതായത് സോഷ്യൽ അഗ്രിഗേറ്റ് ഓർ ക്വാസി ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താകുന്നു, അത് പരസ്പരം അറിയാതെയും ആശയവിനിമയം നടത്താതെയും ഒരിടത്ത് നിലകൊള്ളുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഷ്യൽ അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ക്വാസി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ആളുകൾ, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളുകൾ, സ്റ്റേഡിയത്തിലെ കാഴ്ചക്കാരായി വന്നിട്ടുള്ളവർ, തിയേറ്ററിൽ വരുന്ന ആളുകൾ, ഇതൊക്കെ കുറെ ആളുകളുടെ കൂട്ടാണ്. പക്ഷെ ഇവർ തമ്മിൽ പരസ്പരം ഒന്നുമില്ല, ആശയവിനിമയങ്ങളോ പരസ്പരം അറിയാത്തവരൊക്കെയാണ്. അപ്പൊ അത്തരത്തിലുള്ള കൂട്ടത്തെ നമ്മൾ ക്വാസി ഗ്രൂപ്പ് അല്ലെങ്കിൽ സോഷ്യൽ അഗ്രിഗേറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ വ്യത്യാസം എന്ന് അറിഞ്ഞിരിക്കുക. കുടുംബം ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്. ഓക്കെ, അവിടെ അത് സോഷ്യൽ ഗ്രൂപ്പാണ്. അവിടെ പരിചിതരാണ്, ഉയർന്ന സംഘബോധം ഉണ്ടാവും, പൊതുവായ ചില പ്രവർത്തന രീതികൾ ഉണ്ടായിരിക്കും, അത് ചെറിയ സംഘമായിരിക്കും, അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റും, വ്യക്തിത്വത്തെ സ്വാധീനിക്കും. അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പാണ് ഏത്, സോഷ്യൽ ഗ്രൂപ്പ്. എന്നാൽ സോഷ്യൽ അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ക്വാസി ഗ്രൂപ്പ് അല്ലെങ്കിൽ സാമൂഹിക സഞ്ചയം അല്ലെങ്കിൽ അതിന് അർദ്ധസംഘങ്ങൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടാവും, പക്ഷെ ഇവർ തമ്മിൽ വലിയ ബന്ധോ കോൺടാക്ട് ഒന്നും ഉണ്ടാവില്ല. അതാണ്. ഇനി പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും തമ്മിൽ വ്യത്യാസം. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബന്ധങ്ങൾ നിലനിൽക്കുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്രാഥമിക സംഘം അല്ലെങ്കിൽ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡറി ഗ്രൂപ്പ് അല്ലെങ്കിൽ ദ്വിതീയ സംഘം എന്ന് പറയുന്നത് വലിയ അറ്റാച്ച്മെന്റ് ഇല്ലാത്തൊരു ഫോർമൽ റിലേഷൻഷിപ്പുള്ള ബന്ധങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ദ്വിതീയ സംഘം അല്ലെങ്കിൽ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പ്രാഥമിക സംഘം എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സംഘമായിരിക്കും, അവർ തമ്മിൽ നേരിട്ട് നല്ല ബന്ധം ഉണ്ടായിരിക്കും, അവർ തമ്മിൽ വളരെ ഫ്രീ ആയിട്ടുള്ള, അതായത് അനൗപചാരികമായിട്ടുള്ള ബന്ധമായിരിക്കും, അവർ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകും, വ്യക്തി കേന്ദ്രീകൃതമായിരിക്കും, അവർ പരസ്പരമുള്ള താല്പര്യങ്ങൾക്കെല്ലാം വാല്യൂ കൽപ്പിക്കും, പൊതു താല്പര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ ദ്വിതീയ സംഘം എന്ന് പറഞ്ഞാൽ വലിയ സംഘമാണ്, അവർ നേരിട്ടല്ലാത്ത ബന്ധമാണ്, അവരൊരു ഫോർമൽ റിലേഷൻഷിപ്പാണ്, വ്യക്തിപരമല്ലാത്ത ബന്ധമാണ്. അവർ ഈ ദ്വിതീയ സംഘത്തിൽ അവർ ലക്ഷ്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അവരുടെ സ്വാർത്ഥ താല്പര്യം ഉണ്ടായിരിക്കും, അതായത് അവരവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ആളുകൾ വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പായിരിക്കും സെക്കൻഡറിയിൽ വരുന്നത്. അവരുടെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. അതാണ് സെക്കൻഡറി ഗ്രൂപ്പ്. അപ്പോൾ ഈ സോഷ്യൽ ഗ്രൂപ്പിന്റെ പ്രയോജനം എന്ന് വെച്ചാൽ സോഷ്യൽ ഗ്രൂപ്പിലൂടെയാണ് കൂട്ടായ്മ വളരുന്നത്, പെരുമാറ്റശീലങ്ങൾ പരിശീലിക്കുന്നത്, സഹവർത്തിത്വം വളരുന്നത്, സാമൂഹ്യ മൂല്യങ്ങൾ വളരുന്നത്, പരസ്പര സഹകരണങ്ങൾ ഉറപ്പുവരുത്തുന്നത് എല്ലാം തന്നെ സോഷ്യൽ ഗ്രൂപ്പിലൂടെയാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സാമൂഹിക നിയന്ത്രണത്തെ കുറിച്ചാണ്, സോഷ്യൽ കൺട്രോളിനെ കുറിച്ചാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന, വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന പ്രോബ്ലംസുകൾ ഉണ്ടാകും, നിയമലംഘനങ്ങൾ ഉണ്ടാകും. ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റും, ഔപചാരികമായിട്ടും അനൗപചാരികമായിട്ടും. അനൗപചാരികത്തിന് ഇംഗ്ലീഷിൽ ഇൻഫോർമൽ എന്ന് പറയും, ഔപചാരികത്തിന് ഇംഗ്ലീഷിൽ ഫോർമൽ എന്ന് പറയും. അപ്പോൾ ഫോർമൽ സോഷ്യൽ കൺട്രോളും ഉണ്ട്, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളും ഉണ്ട്. ഇൻഫോർമലായിട്ട് നമ്മൾ സാമൂഹ്യ നിയന്ത്രണം നടത്താൻ വേണ്ടിയിട്ട് കുടുംബം, മതം, സമപ്രായക്കാരുടെ സംഘങ്ങൾ ഇവയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ സോഷ്യൽ കൺട്രോൾ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോലീസ്, പട്ടാളം, കോടതി, ജയിൽ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ, അതായത് അനൗപചാരികമായ രീതിയിലുള്ള സോഷ്യൽ കൺട്രോൾ എങ്ങനെയാണ് സംഭവിക്കുക, നിയമമാക്കി രേഖപ്പെടുത്താത്ത സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങളാണിവ. ആചാരങ്ങൾ, നാട്ടുനടപ്പുകൾ, വിശ്വാസങ്ങൾ, പാരമ്പര്യങ്ങൾ തുടങ്ങിയ അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിന്റെ മാർഗങ്ങളാകുന്നു. ഇവ ലംഘിക്കുമ്പോൾ ഔപചാരിക ശിക്ഷ ലഭിക്കില്ല. ഓക്കെ, അപ്പൊ നിയമമായി രേഖപ്പെടുത്താത്ത സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങളാണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ വരുന്നത്. ഇവിടുത്തെ ഈ നിയമങ്ങൾ ലംഘിക്കുമ്പോൾ ഔപചാരിക ശിക്ഷ ലഭിക്കില്ല, അത്തരക്കാരെ പരിഹസിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ഭ്രഷ്ട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രാഥമിക സാമൂഹ്യ സംഘങ്ങളായ കുടുംബം, മതം, സമപ്രായക്കാരുടെ സംഘം തുടങ്ങിയവയാണ് പ്രധാനമായും അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം നടത്തുന്നത്. എന്നാൽ ഫോർമൽ സോഷ്യൽ കൺട്രോളിൽ വരുന്ന ഇതൊക്കെയാകുന്നു, പൊതുവായി അംഗീകരിക്കപ്പെട്ട ഒരു നിയമം ഒരാൾ ലംഘിച്ചാൽ എന്താണ് ഉണ്ടാവുക, പോലീസ്, കോടതി, ജയിൽ എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരം വ്യക്തികളെ ശിക്ഷിക്കുന്നു. പരിഷ്കൃത സമൂഹങ്ങൾ സാമൂഹ്യ നിയന്ത്രണത്തിന് ഇത്തരം മാർഗങ്ങൾ ആണ് അവലംബിക്കുന്നത്. ഈ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും അതത് രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളാണ്.
അതായത് രാജ്യങ്ങളെ ഭരണകൂടങ്ങളാണ് ഉണ്ടാക്കുന്നതും നടപ്പിൽ വരുത്തുന്നതും. കാലഘട്ടത്തിനും സമൂഹത്തിനും അനുസരിച്ച് ഈ സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ശിക്ഷാ നടപടികൾ ഒക്കെയാണ് ഫോർമൽ സോഷ്യൽ കൺട്രോളിന്റെ ഭാഗമായിട്ട് വരുന്നത്. പോലീസ്, പട്ടാളം, കോടതി, ജയിലൊക്കെ ഫോർമൽ സോഷ്യൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഭാഗമായി വരുന്നതാണ്. നിയമങ്ങളും ശിക്ഷാ സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ ചിലർ ചട്ടങ്ങൾ ലംഘിക്കുന്നു, അല്ലെ? നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട്, ശിക്ഷാ സംവിധാനങ്ങളുണ്ട്. എന്നാൽ ചില ആളുകൾ ആ നിയമങ്ങളൊക്കെ ലംഘിക്കും. ഇവർ പൊതുവായ പെരുമാറ്റ രീതികൾ പിന്തുടരുന്നില്ല. സമൂഹത്തിലെ ഭൂരിപക്ഷം അംഗീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന വാല്യൂസും നാട്ടാചാരങ്ങളും സദാചാര വ്യവസ്ഥകളും നിയമങ്ങളും ലംഘിക്കുന്ന പെരുമാറ്റത്തെ സാമൂഹ്യ വ്യതിയാനം എന്ന് പറയുന്നു. വൻതോതിൽ സാമൂഹ്യ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന വിധം സാമൂഹ്യ ശിഥിലീകരണം ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ അത്തരം സംഭവങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോർമലായിട്ടുള്ള സോഷ്യൽ കൺട്രോളിംഗ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നു. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാനുള്ള അവകാശം അത് ഏത് സാമൂഹ്യ നിയന്ത്രണത്തിനാണ്? വിദ്യാലയത്തിനാണോ, മതത്തിനാണോ, കുടുംബത്തിനാണോ, രാഷ്ട്രത്തിനാണോ? ഒരാൾ ഒരു സമൂഹത്തിലെ നിയമം ലംഘിക്കുന്നു. ആ നിയമം ലംഘിച്ചത് അയാളെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ബലപ്രയോഗം നടത്തി നിയന്ത്രിക്കുന്നു. അത് ഏതിന്റെ ഭാഗമാണ്? അത് രാഷ്ട്രത്തിന്റെ ഒരു സോഷ്യൽ കൺട്രോളിൽ വരുന്നതാണ്. കുടുംബം, വിദ്യാലയം, മതമൊക്കെ അത്തരം ഒരു പോസിബിലിറ്റിയിലേക്ക് പോകുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ശുചിത സംഘം, റഫറൻസ് ഗ്രൂപ്പ് എന്താണെന്നാണ്. അതായത് വ്യക്തികൾക്ക് ആഭിമുഖ്യമുള്ള സംഘങ്ങളെയാണ് ശുചിത സംഘങ്ങൾ എന്ന് പറയുന്നത്. ചില സംഘങ്ങൾ മറ്റു സംഘങ്ങളെ നിരീക്ഷിക്കുകയും അതുപോലെ ആയിത്തീരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവർ ആ സംഘത്തിന്റെ ജീവിത രീതികൾ അനുകരിക്കുകയും ഏത് സംഘങ്ങളുടെ ജീവിത രീതികൾ അനുകരിക്കുന്നത് ആ സംഘങ്ങൾ ശുചിത സംഘങ്ങൾ എന്നറിയപ്പെടുന്നു. അതായത് നമ്മൾ ഈ റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയും. നമ്മൾ അംഗീകരിക്കുന്ന, അതായത് ചില രീതികൾ നമ്മൾ എന്ത് ചെയ്യും, അനുകരിക്കും. നമ്മൾ അനുകരിക്കുന്ന ചില ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കൂട്ടം ആൾക്കാർ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ അനുകരിക്കുകയാണെന്നിരിക്കട്ടെ. നമ്മൾ അനുകരിക്കുന്ന ഗ്രൂപ്പിന് പറയുന്ന പേരാണ് റഫറൻസ് ഗ്രൂപ്പ്. ഉദാഹരണം പറഞ്ഞാൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മധ്യവർഗത്തിലുള്ള ധാരാളം പേര് ബ്രിട്ടീഷുകാരെ പോലെ പെരുമാറാൻ ആഗ്രഹിച്ചു. ആ അർത്ഥത്തിൽ ബ്രിട്ടീഷുകാരെ നമുക്ക് എന്തെന്ന് പറയാം? റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയാം. ഓക്കെ, ഇനി സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ സംഘങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഘടനാപരമായ അസമത്വങ്ങളാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ സാമൂഹ്യ ശ്രേണിയുടെ മേൽ കീഴ്ത്തട്ടിൽ അപ്പോൾ എന്തൊക്കെയാണ് സാമൂഹ്യ ശ്രേണിയുടെ ഇതിലേതൊക്കെ വരും? അന്ന് അടിമത്തം, എസ്റ്റേറ്റ്, ജാതി, വർഗം എന്നീ രീതികളിൽ ആളുകളെ ക്ലാസിഫൈ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അടിമത്തം, എസ്റ്റേറ്റ്, കാസ്റ്റ്, ക്ലാസ് ഈ രീതികളിൽ മുമ്പ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടന്നിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആളുകളെ ക്ലാസിന്റെ രീതിയിലാണ് സ്ട്രാറ്റിഫിക്കേഷൻ നടത്തുന്നത്. ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, ആ രീതിയിലൊക്കെയാണ് ഇന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ സംഘങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഘടനാപരമായ അസമത്വങ്ങളെയാണ് സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഗ്രൂപ്പും അതുപോലെ സോഷ്യൽ അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ക്വാസി ഗ്രൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിക്കണം. സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പരസ്പരം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു അറ്റാച്ച്മെന്റും ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് നമ്മൾ എന്ന് പറയുന്നത് ക്വാസി ഗ്രൂപ്പ് അല്ലെങ്കിൽ സോഷ്യൽ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അനുകരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കൂട്ടത്തെയാണ് നമ്മൾ റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഫോർമൽ സോഷ്യൽ കൺട്രോളിംഗ് ഉണ്ട്, ഇൻഫോർമൽ ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് സോഷ്യോളജിയിൽ പഠിക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു.